അതിശ്രേഷ്ഠമായ കർത്താവിൻ്റെ നാമത്തിൽ നമുക്കിന്ന് രാത്രിയിലും ഒരുമിച്ച് കൂടുവാൻ ദൈവം അവസരം നൽകിയതോർക്കാൻ തിരുനാമത്തിന് മഹത്വം. കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൽ സന്ധ്യാവന്ദനങ്ങൾ സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. ഈ ആറാമത്തെ രാത്രിയിൽ തിരുവചന പഠനത്തിനായി കൂടി വന്ന നിങ്ങളെ ഏവരെയും നന്ദിയോടുകൂടെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം കഴിഞ്ഞ 5 രാത്രികളിലും ബദ്ധപ്പാടുകൾക്കിടയിലും വന്ന് ആത്മീയ കൂട്ടായ്മ ആചരിച്ച, ഇന്ന് വരുവാൻ കഴിയാതെ ഇരിക്കുന്നവരും കൂടിയായ എല്ലാവരെയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അർപ്പിക്കുകയും എല്ലാവരോടും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് അവസരമൊരുക്കി തന്ന IPC ശാലയും സഭയ്ക്കും വിശേഷാൽ PYPAയുടെ ഭാരവാഹികൾക്കും കൃതജ്ഞത. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്താലും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഇന്നലെ വൈകിട്ടും ഒരു ചോദ്യം കിട്ടി. അതിന് മുൻപുള്ള ഒരു ചോദ്യമുണ്ട്. 2 ചോദ്യങ്ങൾ ഇനി നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നുണ്ട്. അത് ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ വരും എന്നതുകൊണ്ട് ആദ്യം അതിനു വേണ്ടി ഞാൻ വേറിട്ട സമയം എടുക്കുന്നില്ല. ക്ഷമാപണം നടത്താതിരിക്കാൻ നിർവാഹമില്ല. നാം പഠിച്ചതിനേക്കാൾ അധികം നീ പഠിക്കാൻ ബാക്കി കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഒന്ന് ഉപസംഹരിക്കാനേ സാധിക്കുന്നുള്ളൂ എന്നതിൽ സദയം ക്ഷമിച്ചാലും. ഈ ക്ലോക്കും നിങ്ങളെ നോക്കി ഒരുപക്ഷെ 8-10 മിനിറ്റിന് വ്യത്യാസം ഉണ്ടാവും. അത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ നീട്ടി വെച്ചിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ലത്. അതുകൊണ്ട് അത് നോക്കി ആരും പ്രയാസപ്പെടരുത്. വളരെ ഏകാഗ്രമായ ഹൃദയത്തോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. നാളെ രാവിലെ മുതൽ സഭായോഗങ്ങൾക്ക് ഇനിയും പോകേണ്ടവരാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ദീർഘിപ്പിക്കുവാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. നാം ഇന്നലെ രാത്രി പറഞ്ഞ് നിർത്തിയെന്ന് പറയാൻ ഒക്കത്തില്ലെങ്കിലും പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവസഭയും എന്നുള്ളതായിരുന്നു. അതിൽ ഏതാണ്ട് 8ഓളം കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഒന്ന് ഓടിച്ചങ്ങ് പറഞ്ഞു വിടാം. അപ്പോൾ ഇന്നലെ വരാത്തവർക്കും കൂടെ നമ്മോടൊപ്പം വരുവാൻ സാധിക്കുമല്ലോ. പരിശുദ്ധാത്മാവിനെ ദൈവം തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് സഭയ്ക്ക് എന്തൊക്കെ നൽകുന്നു എന്നുള്ളതുമാണ് നാം ചിന്തിക്കുന്നത്. ഒന്ന്, എവർലാസ്റ്റിംഗ് ഫെലോഷിപ്പ്. പരിശുദ്ധാത്മാവ് ദൈവ സഭയോട് കൂട്ടായ്മ ആചരിക്കുന്നു, അല്ലെങ്കിൽ നമ്മോടുകൂടെ നിരന്തരം വസിക്കുവാനാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നത്. 2, ഇൻഡ്വെല്ലിംഗ്. ദൈവം തൻ്റെ സഭയിൽ വസിക്കുന്നു. 3, പരിശുദ്ധാത്മാവ് നമ്മെ സകലവും ഉപദേശിച്ച് നടത്തുന്നു, പഠിപ്പിക്കുന്നു. 4, യേശു ക്രിസ്തു ഉപദേശിച്ചത്, കൽപ്പിച്ചത്, പഠിപ്പിച്ചതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 5, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മോട് സാക്ഷിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ച് നമ്മോട് സാക്ഷിക്കുന്നു. ഉത്തരഭാരതത്തിൽ ഞാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് പാർക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഞാൻ അവിടെ കണ്ട ഒരു കാര്യം ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്രാമ അന്തരീക്ഷത്തിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ചത്തെയെങ്കിലും ഒരുക്കം മണവാളന്റെയും മണവാട്ടിയുടെയും വീട്ടിലുണ്ട്. ഹൽദി എന്നൊക്കെ അവിടെ പറയും. മണവാളിനെയും മണവാട്ടിയെയും മഞ്ഞളൊക്കെ പൂശി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പല കർമ്മങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കണ്ടത് മണവാളന്റെയും മണവാട്ടിയുടെയും അടുക്കൽ കുറെ തോഴിമാരും തോഴന്മാരും ഒക്കെ വന്നിട്ട് കല്യാണത്തിന്
ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് മുതലേ വിവാഹം കഴിക്കുവാൻ പോകുന്ന പെണ്ണിനെ അല്ലെങ്കിൽ ചെറുക്കനെ കുറിച്ചുള്ള വിവരണങ്ങൾ ചിലപ്പോഴൊക്കെ അശ്ലീലത കലർന്നതാകാം. എന്നാൽ പോലും പെൺകുട്ടിയെയും അല്ലെ മണവാളനെയും മണവാട്ടിയെയും കുറിച്ചുള്ള വിവരണങ്ങൾ ഇവരുടെ മുമ്പിൽ വന്ന് ഗാനങ്ങളായി, കഥകളായി, ചിലപ്പോൾ ഡാൻസുകളായിട്ടൊക്കെ അവതരിപ്പിക്കും. രാവും പകലും ഇല്ലാതെ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളൊക്കെ ആണെങ്കിൽ പറയുക വേണ്ട, ഉറങ്ങുക പോലും ഇല്ലാതെ തുടർമാനമായിട്ട് അവർ ചെയ്യും. ഇവർ വിവാഹം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ കുറിച്ച് ഒരു സ്നേഹം, ഒരു താല്പര്യം, അവരോട് ഒരു അഭിവാഞ്ച വളർത്തിയെടുക്കുന്നതിനാണ് അപ്രകാരം ഈ നിയമിക്കപ്പെട്ട വ്യക്തികൾ ചെയ്യുന്നത്. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ, സഭയോട് കൂടെ ഇരുന്ന് ചെയ്യുന്നത് യേശുവിനെ കുറിച്ച് സാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മമണാളനായ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ വളർന്ന് വളർന്ന് വലുതാകത്തക്കവണ്ണം ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. മനസ്സിലാവുന്നുണ്ടോ? നിത്യതയിൽ എത്തിയെന്നിരിക്കട്ടെ, അവിടെ എന്താ നമുക്ക് പരിപാടി? എന്താ നമുക്ക് പരിപാടി? എന്തോ എളുപ്പം പറഞ്ഞേ, വേഗം വേഗം പറയണം, സമയം തീരെയില്ല. നമുക്ക് നിത്യതയിൽ എത്തിയാൽ എന്തോ നമുക്ക് അവിടെ ചെയ്യാനുള്ളത് എന്താ? നമ്മൾ പൊതുവെ അവനെ ആരാധിക്കും എന്ന് പറഞ്ഞു വിടാറുണ്ട്. പക്ഷെങ്കിൽ അതിന്റെ അർത്ഥം വല്ലതും മനസ്സിലാക്കാറുണ്ടോ? ഒറ്റ സംഗതി മാത്രം ഞാൻ പറയാം. പല കാര്യങ്ങളുണ്ടെങ്കിൽ ഒറ്റ സംഗതി, കർത്താവ് നമ്മെ സ്നേഹിച്ചല്ലോ, നമ്മെ വീണ്ടെടുത്തല്ലോ, നമ്മെ പാപത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ഉദ്ധരിച്ചല്ലോ. നാം അങ്ങ് നിത്യതയിലെത്തിയാൽ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നിത്യ തേജസ്സിന്റെ കനത്തിനു പോലും ക്രിസ്തുവിന്റെ മുറിപ്പാടുകളെ മറയ്ക്കുവാൻ കഴിയില്ലെന്ന്. ആ പാടുകളൊക്കെ നാം കണ്ടുകൊണ്ട് നിത്യത മുഴുവനും നാം എന്താ ചെയ്യാൻ പോകുന്നത്? കർത്താവിന്റെ സ്നേഹത്തെ നാം ആസ്വദിക്കുകയും തിരിച്ച് നിത്യത മുഴുവനും, അവസാനിക്കാത്ത നിത്യത, അനന്തത മുഴുവനും നാം എന്ത് ചെയ്യും? ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യും. അത് അന്ന് മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേക പരിപാടിയല്ല. ഇന്നേ നാം അവനെ സ്നേഹിച്ചു തുടങ്ങണം. ആ സ്നേഹം നമ്മിൽ വളർത്തിയെടുക്കുന്ന പ്രത്യേക കാര്യപരിപാടിയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് ചെയ്യാറുള്ളത്. അപ്പോൾ ടെസ്റ്റിഫൈങ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ സാക്ഷിക്കുന്നു. 6, സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നു. 6th one. സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നു. 7, വരുവാനുള്ള കാര്യങ്ങൾ നമ്മെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. അതെന്താണെന്നൊക്കെ നാം ഇന്നലെ കണ്ടു. 8, ഇപ്പോൾ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ 8 കാര്യങ്ങൾ നാം ഇന്നലെ ചിന്തിച്ചിരുന്നു. 9ാമത്തേതിലേക്ക് വേഗത്തിൽ ഓടിക്കയറുന്നു. 9, പരിശുദ്ധാത്മാവ് സഭയിൽ ചെയ്യുന്ന 9ാമത്തെ ക്രിയ, ഇന്റർപ്രറ്റിംഗ് ദി വേർഡ് ഓഫ് ഗാഡ്. ദൈവ വചനത്തെ ശരിയാവണ്ണം നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 20-27 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, പരിശുദ്ധനാൽ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു, ആ അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, അതുകൊണ്ട് വേറെ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ഇനി ആവശ്യമില്ല. ഒരു ബൈബിൾ ടീച്ചർ, ഒരു പാസ്റ്റർ ഒന്നും നമുക്കില്ലെങ്കിലും ആര് നമുക്ക് അധ്യാപകനായിട്ടുണ്ട്? വ്യാഖ്യാനിച്ച് തരാൻ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഒരു വ്യാഖ്യാന ഗ്രന്ഥം നമുക്കില്ലെങ്കിലും, ഒരു സ്റ്റഡി ബൈബിൾ നമുക്കില്ലെങ്കിലും, ഒരു കമന്ററിയും നമുക്കില്ലെങ്കിലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നല്ല കമന്റേറ്ററായി, നല്ല ടീച്ചറായി, നല്ല കൗൺസിലറായി വചനത്തിന്റെ പൊരുൾ നമ്മെ അറിയിച്ചു തരുവാനായിട്ട് കൂടെയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന യാതൊരു ഉപദേശവും, ദൈവവചന വ്യാഖ്യാനവും ഒരിക്കലും തെറ്റുകയില്ല. അപ്പോൾ അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 9ാമത്തെ ക്രിയ. 10,
പരിശുദ്ധാത്മാവ് നമ്മെ എംപവർ ചെയ്യുന്നു, നമ്മെ ശക്തിപ്പെടുത്തുന്നു. പ്രവൃത്തികൾ 1:8 വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം ശക്തി പ്രാപിക്കും. 11 അതിനോട് ചേർന്ന് തന്നെ എന്തിനാണ് ഈ ശക്തീകരണം? സാക്ഷികളാകുവാൻ. അതാണ് 11-ാമത്തേത്. യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സജ്ജരാക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ഓർക്കുക, യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായി നമ്മെ ശക്തിപ്പെടുത്താത്ത ഒരു ശക്തീകരണവും പരിശുദ്ധാത്മാവിൻ്റെതല്ല. പരിശുദ്ധാത്മാവിൽ ആണ് നാം ശക്തി പ്രാപിച്ചതെങ്കിൽ, ആത്മശക്തി, ദൈവാത്മശക്തിയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നതെങ്കിൽ, ഏത് സാഹചര്യത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് നാം എന്ത് ചെയ്യും? സാക്ഷീകരിക്കും. ഇവിടെ സാക്ഷിക്കുക, വിറ്റ്നസിംഗ് എന്നുള്ളതിന്റെ മൂലപദത്തിന്റെ അർത്ഥമൊക്കെ നിങ്ങൾ കേട്ടിരിക്കും ഒരു പക്ഷേ. ഞാൻ വിശദമാക്കാതെ പറഞ്ഞു വിടാം. മൂലവാക്കിന്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. വെറും സാക്ഷി എന്നല്ല, മാറ്റൂറിയോസ്, ഒരു രക്തസാക്ഷിയാകുവാൻ. അതായത് സ്വന്തം ജീവൻ ബലി കഴിക്കേണ്ടി വന്നാൽ പോലും യേശുക്രിസ്തുവിനെ സാക്ഷിക്കത്തക്ക വിധം നമ്മെ, ദൈവസഭയെ, ഓരോ ക്രിസ്ത്യാനിയെയും ശക്തീകരിക്കുന്ന പ്രത്യേകമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപകടം കണ്ട്, വാള് കണ്ട്, തോക്ക് കണ്ട്, ജയില് കണ്ട് ഈ ആത്മശക്തി പ്രാപിച്ചവൻ എന്ത് ചെയ്യില്ല? ഓടിപ്പോകത്തില്ല. സ്തോത്രം, ഓടിപ്പോകത്തില്ല. അപ്പോൾ സാക്ഷീകരണത്തിനായി രക്തസാക്ഷിയാകേണ്ടി വന്നാൽ പോലും ക്രിസ്തുവിനെ സാക്ഷിക്കുവാനായി ദൈവാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. 12-ാമത്തെ കാര്യം, ഇംപാർട്ടിംഗ് ഗിഫ്റ്റ്സ്, കൃപാവരങ്ങൾ നമുക്ക് നൽകുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ കൊണ്ട് അത് നമ്മൾ വേറെയായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് അവിടെ ഞാൻ നിൽക്കുന്നില്ല. കൃപാവരങ്ങൾ ദൈവം സഭയ്ക്ക് നൽകുന്നു പരിശുദ്ധാത്മാവിലൂടെ. 13, പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മെ ശക്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തുന്നു. റെഫറൻസ് നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. പ്രവർത്തികൾ 4:31 നാം വായിക്കുന്നു, പ്രതികൂലങ്ങൾ ഏറിയപ്പോൾ, അപ്പോസിഷൻസ്, പ്രതികൂലങ്ങൾ, വൈതരണികൾ, എതിർപ്പുകളുടെ നടുവിൽ ധൈര്യഹീനരായി തീരാതെ അപ്പോസ്തലന്മാരെയും ആദിമസഭയെയും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തി, ധൈര്യപ്പെടുത്തി. ആ ശുശ്രൂഷ ഇന്നും പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. എത്രയോ നമ്മുടെയൊക്കെ കൂട്ടത്തിലെ തന്നെ ഭക്തന്മാർ വധഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ ഒരു കരിമ്പൂച്ചയുടെയും അകമ്പടി ഇല്ലാതെ, ഒരു തോക്കും ഇല്ലാതെ, ഒരു തീപ്പെട്ടിക്കൊള്ളി പോലും ഇല്ലാതെ ഇറങ്ങി രാത്രിയെന്നും പകലെന്നുമില്ലാതെ സുവിശേഷവുമായി പോകുവാൻ അവരെ ധൈര്യപ്പെടുത്തുന്നത് എന്താണ്? ഈ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഇന്നും അത് ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഈ രാജ്യത്ത് പോലും എനിക്കും നിങ്ങൾക്കും നിയമമെതിരായ കാലത്ത് ഇവിടെ ജോലിക്ക് വേണ്ടി വന്ന സഹോദരന്മാർ, സഹോദരിമാർ അവരുടെ വീടുകൾ ആത്മീയ കൂട്ടായ്മകൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത്, അവരുടെ ജോലി സമയം പോലും അവര് എങ്ങനെങ്കിലുമൊക്കെ മാറ്റിവെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്തു. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ബൈബിളൊക്കെ പിടിച്ച് ഒരുപക്ഷെ കീ ചെയ്യൊക്കെ വിളിച്ച് വരാനും സ്വാതന്ത്ര്യമായിട്ടിരിക്കാനും ഉള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ തന്നെ ഒക്കെ ഉണ്ടായിരുന്ന, മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അങ്ങനെയായിരുന്നില്ല. എന്തുകൊണ്ട് അവരെ ഡീപ്പോർട്ട് ചെയ്യുമെന്നോ, ഒരുപക്ഷെ അവരെ ജയിലിലടയ്ക്കുമെന്നോ, ജോലി പോകുമെന്നോ ഒക്കെ അപകടം മുൻപിൽ കണ്ടിട്ടും അത് വകവയ്ക്കാതെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തിയിരുന്നത് കൊണ്ടാണ് ഇന്നും ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ ചെയ്യുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഭീരുക്കൾക്ക് ദൈവരാജ്യത്തിൽ അവകാശം ഇല്ലാത്തത്. അത് രാത്രി പുറത്തിറങ്ങാൻ പേടിക്കുന്നവരെ അല്ല ഭീരുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാനുഷ ഭയം നിമിത്തം ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ത്യജിക്കുവാൻ തയ്യാറാകുന്നവർ. വെളിപ്പാട് 21:8 8 കൂട്ടർ നരകത്തിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്നു. അതിൽ 1-ാമത്തെ കൂട്ടർ ആരാണ്? ഭീരുക്കൾ. ആ ഭീരുക്കളുടെ കാര്യമാണ് പറഞ്ഞത്. ജോലി പോകും, സ്ഥാനഭ്രഷ്ടരാകും,
സമൂഹത്തിൽ നിന്ന് പുറത്താക്കും, പിള്ളേരുടെ കല്യാണം നടക്കത്തില്ല, നടന്നാലും ആരും വരുത്തില്ല, ചത്താൽ ശവം എടുത്തുകൊണ്ട് പോകത്തില്ല എന്നൊക്കെയുള്ള മാനുഷ ഭയം കൊണ്ട് സത്യവിശ്വാസത്തെ ത്യജിക്കുന്ന അല്ലെങ്കിൽ ഏറ്റുപറയുവാൻ മടിക്കുന്നവരെയാണ് ഭീരുക്കൾ എന്നവിടെ വിളിക്കുന്നത്. അവർക്ക് എന്തില്ല? ദൈവരാജ്യത്തിൽ പ്രവേശനം ഇല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മെ ധൈര്യപ്പെടുത്തുവാൻ. 14, സഭയുടെ മേൽ ശുശ്രൂഷകന്മാരെ ആക്കി വെക്കുന്നതും ആരാണ്? പരിശുദ്ധാത്മാവാണ്. പ്രവൃത്തി 20:28 പൗലോസ് എഫേസോസിലെ മൂപ്പന്മാരോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം. സ്തോത്രം. ക്രിസ്തു തന്റെ രക്തത്താൽ സഭയെ സമ്പാദിച്ചു. 2, പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചു. ഇന്ന് ആ സിസ്റ്റത്തിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. വിവരിക്കാതെ കാര്യം മനസ്സിലായല്ലോ. സ്തോത്രം. പലരും ചിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. സമയം കുറവായതുകൊണ്ട് ബാക്കി ഭാഗത്തേക്ക് പോകുന്നില്ല. സ്തോത്രം. 15, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 15ാമത്തെ ക്രിയ, Holy Spirit is the unifying agent. സഭയുടെ ഐക്യത, സഭയെ ഒരുമിച്ച് നിർത്തുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സ്തോത്രം. ദൈവാത്മാവ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഭിന്നത ഉണ്ടാകത്തില്ല. ഭിന്നത ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആള് മാറി സൈലന്റ് ആയിട്ട് നിൽക്കുക. സ്തോത്രം. അതെല്ലാം കൂടെ ചേർത്ത് അല്പം കഴിഞ്ഞിട്ട് പറയാം. യൂണിഫൈങ് ഏജന്റ്. 16, ദൈവസഭയുടെ ആരംഭം കുറിച്ചത് തന്നെ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താലാണെന്ന് നമുക്കറിയാം. അതാണ് 16. ദൈവസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പരിശുദ്ധാത്മാവാണ്. എഫേസ്യർ 2 അപ്പോസ്തല പ്രവൃത്തികൾ 22 ഇട്ടിരിക്കുന്നത് അത് തെറ്റാണ്. 2-ാം അധ്യായമാട്ടോ. അത് ടൈപ്പിംഗ് ഇററാണ്. 2 തൊട്ടെന്നോ 2-ാം അധ്യായം മാത്രം മതി. 2 വന്നു പോയത്. അപ്പോസ്തല പ്രവൃത്തികൾ ചാപ്റ്റർ 2 നോട്ട് 22. 17, ദൈവസഭയിൽ പ്രാദേശിക സഭകളിൽ പോലും ആരാധനയ്ക്ക് സഹായം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലുണ്ട്. ഫിലിപ്പ് 3:3 വായിച്ചു. Philippians chapter 3:3. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും തൽക്കാലം നമുക്ക് അത്രയും മതി. ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. ഇന്ന് ഈ വ്യവസ്ഥയ്ക്കും ഒത്തിരി മാറ്റം വന്നു. ഇവിടെ തന്നെ പാട്ട് പാടുന്ന സഹോദരന്മാർ ക്ഷമിക്കണം ഞങ്ങളോട്. ചിലടത്തൊക്കെ പാട്ടുകാരൻ ഞങ്ങളോട് ഭയങ്കര എതിർപ്പാണ്. കാരണം ഈ കാര്യം പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ, പാട്ടുകാരെന്നാ പറഞ്ഞത്, വർഷിപ്പുകാരെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് തന്നെ ക്ലാഷ്. ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ. പാട്ടിന് നേതൃത്വം തരുന്നത് ആരാ? സഹോദരിമാരും ഒക്കെ പാടാൻ കഴിവുള്ളവര്. വേദപുസ്തകത്തിൽ വർഷിപ്പ് ലീഡർ എന്നും പറഞ്ഞൊരു പരിപാടി ഉണ്ടോ? ഇല്ല. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ സഭകളിൽ എന്താ പറയുന്നത്? ഞങ്ങളുടെ സഭയിലെ വർഷിപ്പ് ലീഡറാ ഇന്നാള് എക്സർവായി. ചിലർ അവരവരെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ വർഷിപ്പ് ലീഡറാ ഞാൻ. അങ്ങനെ ഒരു തസ്തികയില്ല. പിന്നെ അങ്ങേയറ്റം നമുക്ക് പറയാൻ പറ്റുന്നത് മ്യൂസിഷ്യൻ എന്ന് പറയാം. സംഗീതത്തിലൊക്കെ ഹെഡിങ് എന്താ കാണുന്നേ? സംഗീത പ്രമാണിക്ക്, കൊയർ ലീഡർ, സംഗീത പ്രമാണി, മ്യൂസിഷ്യനും ചീഫ് മ്യൂസിഷ്യനും ഒക്കെ ആയിരിക്കും. ആരാധനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. സ്തോത്രം. ഒരിക്കലും ആ സ്ഥാനം മനുഷ്യൻ ഏറ്റെടുക്കാൻ പറ്റുകയില്ല. ഒരിക്കലും പറ്റത്തില്ല.
ആരാധന എന്ന വാക്ക് തന്നെ ധാരാളം വിശദീകരണം ആവശ്യമുള്ളതാണ്. സമയം നമുക്കതിന് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മെ ആരാധനയ്ക്കായിട്ട് തയ്യാറാക്കുന്ന, സജ്ജമാക്കുന്ന ഒരു ശുശ്രൂഷ ആർക്കുണ്ട്? പരിശുദ്ധാത്മാവിനുണ്ട്. അത് കേവലം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഒന്ന് കുലുങ്ങിയത് കൊണ്ടും വേഗത്തിൽ കൈയടിച്ചത് കൊണ്ടും ശബ്ദം കൂടിയത് കൊണ്ടും അത് ആരാധനയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം, തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ദൈവത്തെ സഭയിലാണോ കൂടുതലും ആരാധിക്കുന്നത്, അതോ വീട്ടിലാണോ? ഉത്തരം പെട്ടെന്നും തരണേ, നേരമില്ല നിൽക്കാൻ. എന്തോ? സ്തോത്രം. ഒറ്റയ്ക്കാണോ കൂട്ടത്തിലാണോ? ചിന്തകൾ നിങ്ങൾക്ക് ഞാൻ പെടുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് സഭയെ പൊതുവായും ക്രിസ്ത്യാനിയെ, വിശ്വാസിയെ ഒറ്റയ്ക്കും എവിടേക്ക് നയിക്കും? ക്രിസ്തുവിനോടുള്ള ആരാധനയിലേക്ക് നയിക്കും. ക്രിസ്തുവിനോടുള്ള ആരാധനയിലേക്ക് നയിക്കപ്പെടുമ്പോൾ ഒന്നും പിടിച്ചു വെക്കാതെ ആരാധ്യന് വേണ്ടി ആരാധകൻ വിട്ടുകൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തിയോട് ഒരാൾക്ക് ആരാധന തോന്നിയാൽ ഉണ്ടല്ലോ, ഫാൻ സമൂഹമൊക്കെ ഒത്തിരി ഉണ്ടല്ലോ ഇന്ന്. ഫാൻസ്, ഇന്നയാളുടെ ഫാൻ ആണെന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് അങ്ങനെ പറ്റുന്ന പരിപാടിയല്ല കേട്ടോ. ആരുടെയെങ്കിലും ഫാനിസം ഉണ്ടെങ്കിൽ ഇന്ന് വിട്ടേക്കണത്. അത് വേദപുസ്തകത്തിനെതിരാണ്. ആരാധകൻ എന്നതിന്റെ അർത്ഥം ഒരുത്തനോടും നമുക്ക് എന്തുണ്ടാവരുത്? ഒരാളോട് മാത്രം. ആരോടാ? തന്റെ ചങ്കിലെ ചോര മുഴുവനും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ആത്മനാഥനോട് മാത്രമേ നമുക്ക് ആരാധന തോന്നാവൂ. ലോക മനുഷ്യരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വ്യക്തിയോട്, ഒരു സിനിമാ സ്റ്റാറിനോട്, ഒരു സെലിബ്രിറ്റിയോട്, ഒരു സ്റ്റാറിനോട്, ഒരു പൊളിറ്റിക്കൽ ലീഡറിനോട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ചില ആൾ ദൈവങ്ങളോട് ആരാധന തോന്നിയാൽ എന്ത് ചെയ്യും അവര്? ആ ആരാധന തോന്നുന്നയാള് ഒന്നും പിടിച്ചു വെക്കാതെ, സൂക്ഷിച്ചു വെക്കാതെ മുഴുവനും ആർക്ക് വിട്ടുകൊടുക്കും? ആരാധ്യന് വിട്ടുകൊടുക്കും. ഞാൻ ഒരു പടി കടന്നു പറഞ്ഞ് ക്ഷമിക്കണം. ആരാധ്യന്മാരെന്നും പൂജ്യന്മാരെന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആൾ ദൈവങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവരിൽ പലരും ഇമ്മോറൽ ആക്ടിവിറ്റീസിൽ, അസാൻമാർഗിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാ. എന്താ ചെയ്യുന്നത്? ബൈ ഫോഴ്സ് ഒന്നുമല്ല പലരും ചെയ്യുന്നത്. അവരോട് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആരാധന തോന്നുമ്പോൾ അവരുടെ ചാരിത്ര്യം പോലും സൂക്ഷിച്ചു വയ്ക്കാതെ, വെർജിനിറ്റി പോലും സൂക്ഷിച്ചു വയ്ക്കാതെ അവരെന്ത് ചെയ്യുന്നു? ആരാധ്യന് മുമ്പിൽ അത് കാഴ്ചവെക്കുന്നു. ഇതാണ് ആരാധന. എന്തുവാ? ഉള്ളത് ഒന്നും സ്വന്തമായി പിടിച്ചു വെക്കാതെ, ഉള്ളത് മുഴുവനും എത്ര വിലയുള്ളതായാലും, അതുകൊണ്ടാണ് അതിന്റെ പാരമ്യത്തിൽ ഞാൻ ചാരിത്രം എന്ന് പറഞ്ഞത്. അതുപോലും സ്വന്തമായി സൂക്ഷിച്ചു വെക്കാതെ ആർക്ക് കാഴ്ചവെക്കുകയാ? ആരോട് അവർക്ക് ആരാധന തോന്നുന്നോ അവർക്ക്. ഒന്ന് ചിന്തിച്ചേ, യേശുനാഥനോട്, ത്രിയേക ദൈവത്തോട് നമുക്ക് ആരാധന തോന്നിയാൽ, നാം സഭാ ഹാളിൽ വന്ന് 2 റിയാൽ അല്ലെങ്കിൽ 10 റിയാല് നാം സ്തോത്ര കാഴ്ചയിട്ട് തന്നിരിക്കുന്ന ഒരു 20 മിനിറ്റ് പതിയെ നിന്ന് പാട്ടുപാടി ഒടുവിൽ അല്പം ശബ്ദമെടുത്ത് കൈ പഠിച്ച് നിർത്തുന്ന പരിപാടിയല്ല ആരാധന എന്ന് പറയുന്നത്. ആജീവനാന്തം എപ്പോൾ മുതൽ അവനോട് ആരാധന തോന്നുമോ അന്നു മുതൽ ഊർദ്ധശ്വാസം അവസാനിക്കുന്നത് വരെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതുപോലും തടഞ്ഞു വെക്കാതെ അവന്റെ യാഗപീഠത്തിൽ യാഗമായി അർപ്പിക്കുന്ന ഒരു പ്രത്യേക ജീവിത ശൈലിയുടെ പേരാണ് ആരാധന. സ്തോത്രം. ആ ആരാധനയിലേക്ക് ഒരു ഭക്തനെ നയിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ.
സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്ന് രണ്ട് മുറി അന്യഭാഷ പറയിപ്പിച്ച് നിർത്തുകയല്ല ചെയ്യുന്നത്. സ്തോത്രം. ഓരോ പ്രാവശ്യവും നാം ഗാനങ്ങൾ ആലപിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും സന്ദേശം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അടുത്തിരുന്ന് ദൈവത്തെ കുറിച്ച്, പിതാവിനെയും പുത്രനെയും കുറിച്ച് നമ്മുടെ ഉൾത്തടത്തിൽ ആഴമേറിയ ചിന്തകൾ കൊണ്ടുതരും. അത് നിമിത്തം നമ്മുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിക്കും, ആരാധന വർദ്ധിക്കും. ആ സ്നേഹവും ആരാധനയും വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്നത് മുഴുവനും അവന്റെ യാഗപീഠത്തിങ്കൽ, അവന്റെ പാദപീഠത്തിങ്കൽ നാം അർപ്പണം ചെയ്യും. സ്തോത്രം. It's not just a giving, rather a total giving up. നാം കൊടുക്കുക മാത്രമല്ല, മുഴുവനും അവനു വേണ്ടി നാം വിട്ടുകൊടുക്കുക, ഉപേക്ഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. സ്തോത്രം. ആ രീതിക്ക്, ആ അവസ്ഥയ്ക്ക്, ആ ആരാധനയ്ക്ക് നമ്മെ തയ്യാറാക്കുന്ന ശുശ്രൂഷ ആരാ നടത്തുന്നത്? പരിശുദ്ധാത്മാവ്. നമ്മുടെ ആത്മാവിനെ അതിനു വേണ്ടി സജ്ജമാക്കും. വിവരിക്കാൻ നേരമില്ലല്ലോ. സ്തോത്രം. 18 സുവിശേഷ പ്രവർത്തനങ്ങളിൽ, മിഷൻസിൽ പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നു. ഡിറക്ട്സ് മിഷൻസ്. പറയപ്പെട്ടിരിക്കുന്ന റെഫറൻസുകളൊക്കെ ഉണ്ട്. പോകണമെന്നോ, ചിലരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കും. നിങ്ങളുടെ ബിസിനസിന്റെയോ നിങ്ങളുടെ ജോലിയുടെയോ ഒക്കെ അങ്ങ് ക്ലൈമാക്സിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് വിട്ടിട്ട് പോവാൻ, സുവിശേഷ വേല ചെയ്യാൻ. ചിലപ്പോൾ വിടാനൊന്നും പറയത്തില്ല, പോയി കർത്താവിന്റെ വേല ചെയ്യാനേ പറയത്തുള്ളൂ, വിടാനൊന്നും പറയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ മിഷന് വേണ്ടി പോകുമ്പോൾ ഇവിടുത്തെ ബിസിനസ് പൊളിയും. അത് പൊളിഞ്ഞാലും ശരി, ഇവിടേക്ക് മനസ്സ് തിരിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞ ബിസിനസ് ചെയ്യാനല്ല, പിന്നെന്താ ചെയ്യാനാ? സുവിശേഷം പറയാനാ. അങ്ങോട്ട് പോകും. സ്തോത്രം. ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടി, അല്ല കിട്ടാറായിരിക്കുമ്പോഴായിരിക്കും പറയുന്നത് പോകാൻ. കർത്താവ് ഒരു ഇൻക്രിമെന്റ് കൂടെ കഴിച്ചോട്ടെ. ഇല്ല, അവിടെ പരിപാടിയില്ല. പരിശുദ്ധാത്മ പറഞ്ഞ ആ then and there, അപ്പോൾ അവിടെ വെച്ച് നിർത്തി സുവിശേഷ വേലയ്ക്ക് പോകുകയാണ് വേണ്ടത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പലരും ശാന്തരായി, എനിക്ക് അർത്ഥം അറിയാം. സ്തോത്രം. ഇങ്ങനെ ദൈവം മിഷന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങളിൽ ആരെയെങ്കിലും പ്രേരിപ്പിച്ചാൽ കാശ് കൊടുത്ത് തലയൂരാൻ ശ്രമിക്കരുത്. സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്ക് കാശ് കാണും, പക്ഷെ അത് കൊടുത്ത് തലയൂരാൻ ശ്രമിക്കരുത്. ആത്മാവിൽ ജീവിക്കുന്ന കാര്യം കൂടെ വരുന്നത് കേട്ടോ. സ്തോത്രം. സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് പൊതുവെ there is a mission going, there is a mission sending, there is a mission giving. Mission going, sending and giving. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുക, അയക്കുക, കൊടുക്കുക. ഇതിന് ഏറ്റവും ഈസി ഏതാ? എന്തോ? കൊടുക്കുകയാണ് ഏറ്റവും ഈസി. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്തുവാ? അത് തന്നെയാണ്. ചിലപ്പോൾ ഞങ്ങളെ പോലെയൊക്കെ ഉള്ളവർ അവിടെ നിന്നൊക്കെ വന്നിട്ട് നിങ്ങളോട് പറയും, ഇതാ പറ്റിയ പണി, മറ്റേത് ഞങ്ങൾ ചെയ്തോളാം, ഇത് നിങ്ങൾ ചെയ്തോളാം. വിശ്വസിക്കല്ലേ ഞങ്ങളെ ഒന്നും? പരിശുദ്ധാത്മാവിനെ ചെവി കൊടുത്തോണം. സ്തോത്രം. പരിശുദ്ധാത്മാവിന് ചെവി കൊടുത്തോണം. പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കാതെ ചിലപ്പോൾ മാറിപ്പോയാലും ഫ്ലറിഷ് ആയെന്നിരിക്കും, ചിലപ്പോൾ പ്രോസ്പർ ആയെന്നിരിക്കും കേട്ടോ. പക്ഷേ ദൈവത്തിന്റെ തിരുഹൃദയത്തിന് അത് വേദനയാണ്. അതുണ്ടാകരുത്. ഓർത്തോണം. കർത്തൃവേലയ്ക്കായി പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും, നമ്മെ അയക്കും, നമ്മോട് ആവശ്യപ്പെടും. ചിലപ്പോൾ പിടിച്ചിറക്കാനൊന്നും വരുത്തൊന്നുമില്ല, നമ്മളോട് പറയത്തേ ഉള്ളൂ. സ്തോത്രം. സ്നേഹം ഉണ്ടെങ്കിൽ പിടിച്ചിറക്കാൻ നിൽക്കത്തില്ല, അങ്ങ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, സമയമില്ലല്ലോ. 19 പരിശുദ്ധാത്മാവ് നമ്മെ തീരുമാനങ്ങൾ എടുക്കുവാൻ, തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ, ഉപദേശങ്ങൾ ക്രോഡീകരിക്കുവാനായിട്ട് സഹായിക്കും. ഉപദേശ ക്രോഡീകരണത്തിന് അല്ലെങ്കിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പ്രവൃത്തികൾ 15
28 നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. 20 പരിശുദ്ധാത്മാവ് നമുക്ക് താക്കീതുകൾ തരും, നമുക്ക് മുന്നറിയിപ്പുകൾ തരും. 1 തിമോഥെയോസ് 4:1, 1 Timothy chapter 4 verse 1. മുന്നറിയിപ്പുകൾ തരും. അത് നമ്മുടെ ഇന്നുള്ള ജീവിതത്തിലും സംഭവിക്കാം. ഒരു പക്ഷേ പാപം ചെയ്യാതെ, അപകടം സംഭവിക്കാതെ, എങ്ങും ചെന്ന് കുരുക്കുകളിൽ ചാടാതെ ഒക്കെ ഇരിക്കുവാൻ ദൈവാത്മാവ് നമ്മെ ആത്മീയ ഭൗമിക ജീവിതത്തിൽ എന്ത് തരും? താക്കീതുകൾ തന്ന് നമ്മെ വഴി നടത്തും. സ്തോത്രം. ചിലപ്പോൾ അതിനൊന്നും നാം എങ്ങും പോയി താക്കീത് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളത് ആത്മാവ് അറിയിക്കും. ഒന്നുകിൽ നമ്മോട് നേരിട്ട് കർത്താവ് പറയും, ഇല്ലെങ്കിൽ ആരെങ്കിലും വിട്ടു പറയിപ്പിക്കും. എനിക്ക് അനുഭവങ്ങളുണ്ട്. ആരെങ്കിലും വിട്ടു പറയിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആരെങ്കിലും ആയിരിക്കും. നമ്മുടെ അഡ്രസ്സ് കൊടുത്താലും ശരി അയക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് സന്ധിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? മുന്നറിയിപ്പുകൾ തരുന്നു, താക്കീതുകൾ തരുന്നു. 21 പരിശുദ്ധാത്മാവ് 21, 22 കൂടെ ഞാൻ ചേർത്തങ്ങ് പറഞ്ഞേക്കാം. The Holy Spirit commends and condemns. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ നന്മകളെ കുറിച്ച് നമ്മെ ശ്ലാഘിക്കും. അപ്പോൾ തന്നെ തിന്മകളെ കുറിച്ച് കർത്താവ് നമ്മെ ശാസിക്കും. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ എന്ന് തെളിവാണ്. 7 സഭകളുണ്ട്. അതിൽ 5 സഭകളോട് കർത്താവ് അവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. 2 സഭകൾക്ക് കുറ്റമൊന്നും ഇല്ലായിരുന്നു. 7 സഭകളോടും കർത്താവ് അവരുടെ നന്മകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ദൈവസഭയോട് എന്താ ചെയ്യുന്നത്? നമ്മോട് വ്യക്തിപരമായും സഭയോട് ആകമാനമായും നല്ലത് വല്ലതും ചെയ്താൽ കൊള്ളാമെന്നും പറയും, അല്ലാത്തത് ചീത്തയാണെന്നും പറയും. കമൻസ് ആൻഡ് കണ്ടംസ്. 23 ക്രിസ്തുവിന് വേണ്ടി സഭയെ പരിശുദ്ധാത്മാവ് കെട്ടിപ്പടുക്കുന്നു, അല്ലെങ്കിൽ ഒരുക്കിയെടുക്കുന്നു. ക്രിസ്തുവിനായിട്ട് സഭയെ ഒരുക്കിയെടുക്കുന്നു. 24 പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം നുരഞ്ഞു പൊങ്ങുമാറാക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം പകരപ്പെടുന്നു. റോമർ 5:5. 25 അവസാനത്തേതായിട്ട് ഞാൻ പറയുന്നു. ബാക്കി ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ കിട്ടും. അതൊക്കെ നിങ്ങൾ ചേർത്തെഴുതിക്കണം. The Holy Spirit rebukes and corrects. പരിശുദ്ധാത്മാവ് നമ്മെ ശാസിക്കുകയും നമ്മെ തിരുത്തുകയും ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശാസിക്കും, നമ്മെ തിരുത്തും. ഇന്ന് നമ്മൾ കൂടുതലും നമുക്ക് ഏതാ കേൾക്കാൻ ഇഷ്ടം? പരിശുദ്ധാത്മാവിന്റെ ശാസനയും തിരുത്തലും ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർ കൈവെക്കുമ്പോൾ എത്ര പേര് പൊക്കും? അഥവാ പൊക്കിയാലും ആത്മാർത്ഥമായിരിക്കും അത്. സ്തോത്രം. അപ്പോൾ സഭയുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് ഇത്രയും കാര്യങ്ങളെങ്കിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. വേഗത്തിൽ മുൻപോട്ട് ഞാൻ പോകുന്നു. വ്യക്തികളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ചില പ്രവൃത്തികളും കൂടെ പറഞ്ഞുവിടാം. 1 ബാപ്റ്റിസം. പരിശുദ്ധാത്മ സ്നാനം വ്യക്തിപരമായി ഓരോ വിശ്വാസിക്കും ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നു. പരിശുദ്ധാത്മ സ്നാനം. 2 ഇൻഫില്ലിംഗ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകുന്നു. ഇൻഫില്ലിംഗ്. 3 ഔട്ട്പോറിംഗ്. പരിശുദ്ധാത്മാവിനെ പകരുന്നു. പരിശുദ്ധാത്മാവിന്റെ പകർച്ച. 4 falling of the Holy Spirit. അവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് നാം മലയാളത്തിൽ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ വരുന്നു. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 10:44.
വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. The Holy Spirit fell upon them. പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. അപ്പോൾ ജനത്തിന്റെ മേൽ, വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. 5, ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിപ്പിക്കുന്നു. വിശ്വാസികളെ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ശക്തി ധരിപ്പിക്കുന്നു. ലൂക്കോസ് 24:49 ഈ കർത്താവ് തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ തന്നെ കാത്തിരിപ്പിൻ. അപ്പോൾ ശക്തി ധരിപ്പിക്കുന്നു. ക്ലോത്തിങ് with the power from above. 6, indwelling, അധിവാസം. പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ അധിവസിക്കുന്നു. ഇൻഡ്വെല്ലിംഗ്, വ്യക്തികളിൽ, സഭയിൽ മാത്രമല്ല വ്യക്തികളിലും വസിക്കുന്നു. ഇന്ന് ഭൂമിയിൽ ദൈവത്തിന് ആലയങ്ങളുണ്ടോ? Is there a temple of God down here on earth today? എന്തോ? ഇന്ന് ലോകത്തിൽ ദൈവത്തിന് മന്ദിരങ്ങൾ, ദേവാലയങ്ങൾ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, ഉത്തരം ശരിയാണ്. ഉണ്ടെങ്കിൽ എത്രയുണ്ട്? ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഉത്തരം കറക്റ്റ്. എത്ര ദേവാലയങ്ങൾ എന്ന ലോകത്തിലുണ്ട്? How many temples? എന്തോ? തെറ്റിന് സാരമില്ല, പറഞ്ഞു. 2. എന്തൊക്കെയാ? ഏതൊക്കെയാ? ഒന്നാമത്തേത് 1 കൊരിന്ത്യർ 6:19 ഇൻഡിവിജ്വൽ ബിലീവേഴ്സ് അഥവാ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ബിലീവേഴ്സ്. ഓരോ വിശ്വാസിയുടെയും ശരീരം ദൈവത്തിന്റെ ആലയമാണ്. നാം ഓരോരുത്തരും എന്താണ്? ദൈവത്തിന്റെ ആലയമാണ്. നമ്മുടെ ബോഡിയിൽ എവിടാ പരിശുദ്ധാത്മാവ് വസിക്കുന്നത്? എവിടെ? പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയത്തിൽ. അന്ന് ഏത് ഹൃദയം? 2 ഹൃദയമുണ്ട്. ഒന്ന് ഈ മെഡിക്കലി പറയുന്ന ഹൃദയമുണ്ട്, വേറൊന്ന് നമ്മുടെ ചിന്തകളുടെയൊക്കെ ഇരിപ്പിടം എന്ന നിലയിൽ പ്രത്യേകിച്ച് ബൈബിള് പറയുന്ന ഹൃദയമുണ്ട്. ഈ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണോ? അല്ല. പിന്നെ ബൈബിള് പറയുന്നത് യുവർ ബോഡി, നിങ്ങളുടെ ശരീരം, നമ്മുടെ ശരീരമാകമാനം ദൈവത്തിന്റെ ആവാസമാണ് അല്ലെങ്കിൽ ആലയമാണ്. ഓക്കെ. രണ്ടാമത്തെ ടെമ്പിളോ? ഈ ഒന്നാമത്തെ ടെമ്പിളിന്റെ കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, ഇൻഡ്വെല്ലിംഗ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. 6-മത്തേത്. മറ്റേത് അറിവിന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ടെമ്പിൾ ഏതാ? അതാണ് 1 Corinthians 3:16 പറയുന്നത്. 3:16 പറയുന്നത് ദ ചർച്ച്. മലയാളത്തിൽ 2 നിങ്ങൾ എന്നാണ്. 6-ാം അധ്യായത്തിൽ നിങ്ങളുടെ ശരീരം എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നിങ്ങൾ എന്നേ പറയുന്നുള്ളൂ, നിങ്ങളുടെ ശരീരം എന്നല്ല പറയുന്നത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ പറയുന്നത് മൂലഭാഷയിലും സഭയെ കുറിച്ചാണ്, 6-ാം അധ്യായത്തിൽ നമ്മുടെ ശരീരത്തെ കുറിച്ച്. ഈ 2 ദേവാലയങ്ങൾ ഇന്ന് ഭൂമിയിൽ ഉണ്ട്. നമ്മളിൽ കൂടി വന്നിരിക്കുന്ന ഈ ആലയം ദേവാലയമാണോ? Is it God's temple where we are now seated? എന്തോ? അല്ല. നമ്മൾ ചിലപ്പോ അങ്ങ് എന്തുവാ ഒരു 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 പ്രത്യേക മൂഡിൽ കയറി പറയാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് സ്റ്റൈലും കൂടെ ആണെങ്കിൽ, അമേരിക്കൻ സ്റ്റൈലിൽ ഞാൻ ഒത്തിരി കേട്ടുള്ളത്, we thank you because our Lord, we thank you because you brought us here in the house of the Lord. It's not the house of the Lord. ഇത് ദൈവത്തിന്റെ ആലയാണെങ്കിൽ കല്ലും മണ്ണും കൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെട്ടതിലാണോ ദൈവം വസിക്കുന്നത്? ആണോ? അല്ല.
ദൈവം അങ്ങനെയുള്ളതിൽ വസിക്കുന്നില്ല. ദൈവത്തിന് വസിക്കുവാൻ പറ്റുന്ന ദൈവാലയത്തിന് 3 യോഗ്യത കുറഞ്ഞത് വേണം. ഒന്ന്, അത് മനുഷ്യന്റെ കൈപ്പണിയാകരുത്, പ്രത്യുത ദൈവത്തിന്റെ കൈപ്പണിയായിരിക്കണം. 2, അതിന് ജീവൻ ഉണ്ടായിരിക്കണം. 3, ജീവൻ മാത്രം പോരാ, ആത്മാവും വേണം. ഈ 3 യോഗ്യതയും കൂടെ ഒരുമിച്ചുള്ളത് മാത്രമേ ദൈവത്തിന്റെ ആലയമാകുന്നുള്ളൂ. ലോക വിശ്വ താത്വികതയുടെ തലസ്ഥാന നഗരിയിൽ ഏഥൻസിൽ പൗലോസിൽ നിന്നുകൊണ്ട്, വേൾഡ് ഫിലോസോഫിക്കൽ ക്യാപിറ്റൽ, അവിടെ നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിച്ച പ്രസംഗമുണ്ട്. ആക്ട്സ് 17 അതിന്റെ 24 മുതൽക്കുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവം കൈപ്പണിയായ ദേവാലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവം കൈകൊണ്ടുണ്ടാക്കിയ വല്ലതും ഉണ്ടോ ഉലകത്തിൽ? മനുഷ്യനുണ്ട്. മനുഷ്യനല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ജീവനും ആത്മാവും കൂടെ ഒരുമിച്ചുള്ള വല്ല ജീവികളും ഉണ്ടോ? മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 3 യോഗ്യതയും കൂടെ ഒരുമിച്ചുണ്ടാവുന്നത് ആരിൽ മാത്രമേ ഉള്ളൂ? മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നാം പറയുന്നത് വേറെ ഒന്നിലും ദൈവം വസിക്കുന്നില്ല. ഈ നമ്മൾ എത്ര മനോഹരമായി പണിതാലും, എത്ര ആഡംബരപൂർണമായി നാം അതിന്റെ ഡെഡിക്കേഷനൊക്കെ ഏറ്റവും വലിയ ആളിനെ കൊണ്ട് നടത്തിച്ചാലും ദൈവം ഇതിനകത്ത് വസിക്കുന്നില്ല. മറ്റു പലരും അവരുടെ ക്ഷേത്രങ്ങളിൽ, ദൈവാലയങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ട് എന്ന ചിന്തയിലാണ് അവർ കതകം പൂട്ടി പോകുന്നവരെ ഒരു ലോ വാട്ട് ബൾബ് കത്തിച്ചിട്ടിട്ട് പോകുന്നത്. ഞങ്ങൾ പോയാലും പൂട്ടിട്ടിട്ട് പോകുന്നെങ്കിലും ശരി, ആ തമ്പുരാന് വെട്ടം കണ്ടുകൊണ്ടിരുന്നോട്ടെന്ന് വിചാരിച്ചു. നമ്മളെന്താ ഒരു മെഴുകുതിരി പോലും കത്തിച്ചു വെക്കാത്തെ? നമ്മൾ സാധാരണ ഭാഷ പറഞ്ഞാൽ 0 വാട്ട് അല്ലെങ്കിലും 0 വാട്ട് ബൾബ് പോലും എന്താ കത്തിച്ചിട്ടിട്ട് പോകാത്തെ? നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ തമ്പുരാൻ ഇവിടെ കുത്തിയിരിക്കുന്നവനല്ല. അതുകൊണ്ടാണ്. സ്തോത്രം. ഓക്കെ, അപ്പോൾ നമ്മയാണ് ദൈവം തന്റെ ആലയമാക്കുന്നത്, നമ്മിൽ അവൻ അധിവസിക്കുന്നു. സ്തോത്രം. 7, പരിശുദ്ധാത്മാവ് വ്യക്തികളെ അഭിഷേകം ചെയ്യുന്നു, അനോയിന്റിങ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. 8, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ആശീർവാദം പറയുന്ന കാര്യം നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു. 9, പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുന്നു, the seal of the Holy Spirit. നമ്മള് സാധാരണ മുദ്രയിടുന്നത് എന്തുകൊണ്ടാ മുദ്രയിടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു വെക്കുന്ന സാധാരണ രക്തം കൊണ്ട്. അങ്ങനെ ഒരു ഉപദേശം ഇല്ല. രക്തം മുദ്രയിടാനല്ല, പിന്നെന്തിനാ? കഴുകാൻ, അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ. പ്രായശ്ചിത്ത രക്തമാണ്. അതും നമ്മൾ ഒരു പടിയും കൂടെ കടന്നിട്ട്, ഞാൻ ചിലപ്പോൾ നാട്ടിൽ വെച്ചൊക്കെ പറയാറുണ്ട്, നോ പാർക്കിങ്ങിൽ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പറയും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു, ആരും വന്ന് കൊണ്ടുപോകരുത്. പോലീസുകാരും വന്ന് നോ പാർക്കിങ്ങിൽ കൊണ്ടുവന്നിട്ട്. 2 രീതിയിൽ തെറ്റാതെ. 1, യേശുവിന്റെ രക്തം നമ്മുടെ കസ്റ്റഡിയിലാണോ? ആണോ? അല്ല. I apply the blood of Christ. അപ്ലൈ ചെയ്യാൻ നമ്മുടെ കയ്യിലായിരിക്കുന്നത്? നോ. യേശുവിന്റെ രക്തം ആരുടെ കസ്റ്റഡിയില? നമ്മുടെ ചിന്തകൾക്ക് ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ. എന്തോ? ആരുടെ കസ്റ്റഡിയില? ആരുടെ കയ്യിലാ യേശുവിന്റെ രക്തം? പിശാചിന്റെ കയ്യില? പലരുടെയും ചിന്ത അങ്ങനെയാ. തെറ്റല്ല പറഞ്ഞത്. പലരുടെയും ചിന്ത അങ്ങനെ. കാരണം എന്താ? നാം പിശാചിന്റെ അടിമത്വത്തിൽ ആയിരുന്നു. അടിമത്വത്തിൽ നിന്നും യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങാൻ കൊടുത്ത വില, നമ്മെ വാങ്ങാൻ കൊടുത്ത വില എന്തായിരുന്നു? യേശുവിന്റെ രക്തം. അപ്പോൾ
സ്വാഭാവികമായി ചിന്തിക്കുന്നത് നമ്മെ അടിമപ്പെടുത്തിയിരുന്ന പിശാചിന് ഈ വില കൊടുത്തിട്ട് നമ്മളെ അവിടുന്ന് വിടുവിച്ചു എന്ന ഒരു നല്ല ശതമാനം വിശ്വാസികളുടെയും ഒരു കൂട്ടം ഉപദേശിമാരുടെയും ചിന്ത ഇങ്ങനെയാണ്. പക്ഷെ തെറ്റ്. നമ്മുടെ വിഷയത്തിൽ നിന്ന് ഇച്ചിരി മാറിപ്പോയെങ്കിലും ഈ അടിസ്ഥാനപരമായ കാര്യമൊന്നും പറയാതെ പോകാൻ എനിക്ക് മനസ്സില്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന ഞാൻ താമസിക്കുന്ന വിശ്വാസ ഭവനത്തിലേക്ക് രാത്രി വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനും വൈഫും അന്ന് മൂത്ത കുഞ്ഞ ഞങ്ങൾ സ്കൂട്ടറിൽ വരുന്നു. പകലേ പോയതായതുകൊണ്ട് വെളി ലൈറ്റൊന്നും ഇടാതെ പോയത്. ഗേറ്റ് തുറന്നു, സ്കൂട്ടർ അകത്ത് വെച്ചു, താക്കോല് എടുത്ത് കതവ് തുറക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കാം. എന്തോ ഒരു പ്രാണിയുടെ വല്ലാത്ത കരച്ചിൽ. പെട്ടെന്ന് ഞാൻ വീണ്ടും സ്കൂട്ടർ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ലൈറ്റ് അടിച്ച് ഒക്കെ നോക്കിയപ്പോൾ വാതിലിന്റെ തൊട്ടിപ്പുറത്ത് ഒരു പാമ്പ് ഒരു തവളയെ തിന്നുകൊണ്ടിരിക്കുക. രണ്ട് കാലും തുട വരെ അര വരെ ഇതിന്റെ വയറ്റില, മുമ്പിലത്തെ രണ്ട് കാലും വായും തലയൊക്കെ പുറത്ത്. അപ്പൊ ഇത് ഞങ്ങളെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു രക്ഷിക്കണേന്ന് നിലവിളിക്കുകയായിരുന്നു. ആ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഞാനിത് കണ്ടപ്പോഴേക്കും കതവ് തുറന്നിട്ട് ഒരു എലിയെ പിടിച്ചോണ്ടോ ഇല്ലെങ്കിൽ ഇച്ചിരി പാലും പഴവും ഒക്കെ കൊണ്ടുവന്ന് ഈ പാമ്പിന് കൊടുത്തിട്ട് പ്ലീസ് വിടണേ, ഈ തവളെ വിടണേ എന്നും പറഞ്ഞ് ഞാൻ ഇതിന് എന്തെങ്കിലും കൊടുത്തെന്നാ നിങ്ങൾ ചിന്തിക്കുന്നത്? കൊടുക്കും അങ്ങനെ? പിന്നെന്താ ചെയ്തത്? ഞാൻ ഓടിപ്പോയി കതവ് തുറന്ന് ലൈറ്റ് വിട്ടിട്ട് ഒരു നല്ല പത്തല് വടി എടുത്തോണ്ട് വന്ന് എന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഇതിന്റെ പെടലിക്കിട്ട് അടിച്ചു. ഇതിന് പ്രഹരമേറ്റപ്പോൾ വാ പിളർന്നു, ഇതിന്റെ വായിൽ നിന്ന് തവള ചാടിപ്പോവുകയും ചെയ്തു. മിസ്രയീമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം, ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ചപ്പോൾ അതുവരെ അടിമകളാക്കി വെച്ചിരുന്ന മിസ്രയീമ്യർക്ക് എന്തെങ്കിലും കാശ് കൊടുത്തിട്ടാണോ വിടുവിച്ചേ? കോമ്പൻസേഷൻ കൊടുത്തിട്ടാ? പിന്നെന്താ ചെയ്തത്? ഞാൻ ഈ പാമ്പിനോട് ചെയ്തതുപോലെ അതിന്റെ ഒത്തിരി 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 സൂപ്പർലേറ്റീവായിട്ട് തമ്പുരാൻ എന്ത് ചെയ്തു? അവിടെയുള്ള രാജാവ് തുടങ്ങി കുടിലിൽ കഴിയുന്ന ഏറ്റവും താഴ പൗരൻ വരെ ഉള്ളവരുടെ ഒക്കെ കടിഞ്ഞൂലുകളെ സംഹരിച്ച് പ്രഹരമേൽപ്പിച്ചിട്ടാണ് തന്റെ ജനത്തെ അവിടെ നിന്നും വിട്ടയച്ചത്. അല്ലാതെ അടിമകളാക്കി വെച്ചിരുന്നവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ട് അല്ല. ഇതുപോലെ തന്നെയാണ് ദൈവപുത്രനായ ക്രിസ്തു പിശാചിന്റെയും പാപത്തിന്റെയും ഒക്കെ അടിമത്വത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിടുവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? തന്റെ വിശുദ്ധ രക്തം, പുണ്യാഹ രക്തം പിശാചിന് കൊടുത്തിട്ടാണ് നമ്മളെ വിടുവിച്ചതെങ്കിൽ അവിടെ ജയിക്കുന്നത് യേശുവോ സാത്താനോ? സാത്താൻ. അവിടെ വലുത് യേശു ആയിരിക്കുമോ സാത്താനായിരിക്കുമോ? സാത്താൻ. അങ്ങനെ സംഭവിക്കുമോ? ഇല്ല. പിന്നെന്താ ചെയ്തത്? എളുപ്പം ഒന്ന് വായിച്ചിരുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ടെങ്കിലും ഒരു ഭാഗം മാത്രം വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 12 മുതൽക്ക്. Hebrews chapter 9 verses from 12. വേഗത്തിൽ. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. ആരാ വിശുദ്ധ മന്ദിരത്തിൽ ഇരിക്കുന്നത്? ദൈവം. ക്രിസ്തു സ്വന്തം രക്തവുമായി എവിടെയാ പ്രവേശിച്ചത്? ലൂസിഫറിന്റെ അടുക്കലാണോ പിതാവാം ദൈവത്തിന്റെ അടുക്കലാണോ? പിതാവിന്റെ അടുക്കൽ. താഴെ കൂടെ വായിച്ചു വെച്ചാ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം തൽക്കാലം മതി. അതങ്ങോട്ട് മനസ്സിലായോ?
മനസ്സിലായോ ഇല്ലയോ? സ്തോത്രം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം ആർക്കാ സമർപ്പിച്ചത്? ദൈവത്തിന്. ദൈവത്തിന്. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ രക്തം ആരുടെ കസ്റ്റഡിയിലാ? പിതാവായ ദൈവത്തിന്റെ കസ്റ്റഡിയില, സ്വർഗീയ കൂടാരത്തിൽ. അത് നമ്മൾ 12-ാം വാക്യം വായിച്ചത്. മാനുഷിക കൂടാരത്തിലല്ല, കതിരമരം കൊണ്ടുണ്ടാക്കിയ പൊന്നു പൊതിഞ്ഞ കൂടാരത്തിലല്ല യേശു പ്രവേശിച്ചത്. കാരണം യേശു ലേവ്യൻ പോലും അല്ല, യേശു യഹൂദനായിരുന്നു. അപ്പോൾ ഈ മൺകൂടാരത്തിൽ, അക്ഷരിക കൂടാരത്തിൽ പ്രവേശിപ്പാൻ ആർക്ക് നിയമമില്ല? യേശുവിന്. ലേവ്യനല്ലാത്ത, അഹരോന്റെ കുടുംബത്തിൽപ്പെടാത്ത ഒരാൾക്ക് പ്രവേശിപ്പാൻ അനുവാദമില്ല. അതുകൊണ്ട് യേശു എവിടെയാ പ്രവേശിച്ചത്? സ്വർഗീയ. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതോ ഇല്ലയോ? Do you follow me or not? Yes? Okay. യേശു ക്രിസ്തു മഹാപുരോഹിതനായി പ്രവേശിച്ചത് എവിടെ? പറ, എവിടെ? സ്വർഗീയ കൂടാരത്തിൽ. സ്വർഗീയ കൂടാരത്തിൽ, ഒറിജിനൽ ടാബർനാക്കിൾ, where God is literally present. ദൈവം അക്ഷരീകമായി സാന്നിധ്യമിട്ടിരിക്കുന്ന സ്വർഗീയ കൂടാരത്തിൽ യേശു പ്രവേശിച്ച് തന്റെ രക്തത്തെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയായിട്ട് അർപ്പിച്ചു. ആ രക്തം ഇന്ന് ഏതെങ്കിലും പാസ്റ്റർമാരുടെയോ പ്രസ്ഥാനങ്ങളുടെയോ കൈക്കീഴിലാണോ ഇരിക്കുന്നേ? എളുപ്പം നിങ്ങളെന്ത് പോയിന്റ് ഇവിടെ ആണോ? അല്ല. എന്റെ കയ്യിൽ ഇല്ലാത്ത സാധനം ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നേ? How can I apply the blood of Christ since that blood is not in my custody? How can I? എങ്ങനെ പറ്റും? എവിടുന്നോ വന്ന ഒരു ചിന്തയും പറച്ചിലും ഇന്ന് നമ്മൾ ഇങ്ങനെ അനുസ്യൂതം തുടരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി മേലിൽ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ഒന്നും നമ്മൾ പ്രാർത്ഥിക്കണ്ട. മുദ്ര രക്തം കൊണ്ടല്ല, പിന്നെ ആത്മാവ് കൊണ്ടാണ്. സ്തോത്രം. രക്തം കൊണ്ട് നടക്കുന്ന രണ്ട് ക്രിയകളാണ്. ഒന്ന് പർച്ചേസിംഗ്. ഹി ബോട്ട് us. ദൈവം, പുത്രനായ ക്രിസ്തു, അല്ലെങ്കിൽ പിതാവായ ദൈവം പുത്രന്റെ രക്തം കൊണ്ട് നമ്മെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. He paid the price of our redemption. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു. അപ്പോൾ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി. രണ്ട്, ക്ലെൻസിംഗ്. ക്ലെൻസിംഗ്. കൺവെൻഷനെ വന്നിട്ട് ആദ്യത്തെ രാത്രി പ്രസംഗിച്ച് ഞാൻ ഇതായിരുന്നു. ക്യൂംബിസിയുടെ കഴിഞ്ഞ കൺവെൻഷൻ വന്നപ്പോഴേ ആദ്യത്തെ പ്രസംഗം ഇതായിരുന്നു. സംശയമുണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ മതി. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്ന വിഷയമാണ്. സമയം അല്പമേ കിട്ടിയുള്ളായിരുന്നു, അതുകൊണ്ട് വിവരിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും അല്പമായി സംസാരിച്ചതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങളുടെ ഈ മറവി ഞങ്ങൾക്ക് ഭയങ്കര ഗുണമാണെന്ന്. 8 മാസം കഴിഞ്ഞേ ഉള്ളൂ, എന്നാലും ശരി നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് സുഖമാ, 2-3 പ്രസംഗമൊക്കെ മതി ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്താൻ. ഞങ്ങളെ എങ്ങനെ മടിയന്മാരാക്കല്ലേ നിങ്ങൾ. സ്തോത്രം. ഓക്കെ, മടങ്ങി വരട്ടെ. അപ്പോൾ രക്തം കൊണ്ട് ഈ രണ്ട് സംഗതികളാ. എന്തൊക്കെയാ സഹോദരിമാർ പറഞ്ഞു? ഒന്നാമത്തേത് എളുപ്പം ഉറച്ചു പറയാം, പർച്ചേസിങ്, വിലക്കെടുക്കുക. രണ്ടാമത്തേത് സഹോദരിമാർ പറഞ്ഞു രക്തം കൊണ്ട് എന്താ ചെയ്യുന്നേ? ക്ലെൻസിങ്, ശുദ്ധീകരണം. ശുദ്ധീകരണം. മുദ്രയിടിയിൽ രക്തം കൊണ്ടല്ല, പിന്നെ ആത്മാവ് കൊണ്ടാണ്. പിന്നെ ഇത് വന്നത് പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുപ്പിടുമേലും പുരട്ടണം എന്ന അതുകൊണ്ടും, പിന്നെ നമുക്കൊരു പാട്ടുമുണ്ട്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് എന്നുള്ള നിലയിൽ. അവിടെ നിന്നൊക്കെയാണ് ഈ മുദ്രയിടയിൽ വന്നത്. നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ നമ്മെ മുദ്രയിട്ടിരിക്കുന്ന ആത്മാവ്. ഓക്കെ, 10, ലിവിങ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ ജീവിക്കുക.
ഗലാത്യർ 5:16, 17, 18, 25 ഒക്കെ വാക്യങ്ങളിൽ we can live in the spirit. living in the spirit, ആത്മാവിൽ ജീവിക്കുക. 11, walking in the spirit, ആത്മാവിൽ നടക്കുക, പരിശുദ്ധാത്മാവിലുള്ള നടപ്പ്. 11, fruit of the spirit, ആത്മാവിന്റെ ഫലം. 12, gifts of the spirit, ആത്മാവിന്റെ വരങ്ങൾ. ഇങ്ങനെ കുറഞ്ഞത് ഇത്രയും സംഗതികളെങ്കിലും പരിശുദ്ധാത്മാവുമായിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ 2 ചോദ്യങ്ങൾക്ക് മറുപടി ഒരുപക്ഷെ ഇതിനോടകം നിങ്ങൾക്ക് കിട്ടിക്കാണും. അടുത്ത ഒരു സംഗതി കൂടെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇതിൽ കൂട്ടായ്മ, ഒരു വ്യക്തി യഥാർത്ഥമായും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വരുന്നത് തന്നെ പരിശുദ്ധാത്മ പ്രവർത്തനത്താലാണ്. അങ്ങനെയുള്ള ആളിനോടൊപ്പം, ഒരു വിശ്വാസിയോടൊപ്പം പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നു. സീലിംഗ്, സീൽ, മുദ്രയിടുക. മുദ്രയുടെ അർത്ഥം എന്താ? രണ്ടു മൂന്ന് അർത്ഥമുണ്ട്. ഒന്ന് ഓണർഷിപ്പ്, അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓണർഷിപ്പ്, ഉടമസ്ഥത. നാം ദൈവത്തിന്റെ വകയായി തീരുന്ന അതേ നിമിഷത്തിൽ ദൈവം തന്റെ ഉടമസ്ഥതയുടെ മുദ്രയായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. അത് ചെയ്യുന്നത് സ്നാനപ്പെടുത്തുന്ന ആളും അഭിഷേകം തരുന്നയാളൊന്നുമല്ല, ദൈവമാണ്. മുദ്രയുടെ ഒന്നാമത്തെ അർത്ഥം ഓണർഷിപ്പ്, ഉടമസ്ഥതയാണ്. രണ്ടാമത്തെ അർത്ഥം സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി, സംരക്ഷണം. രാത്രിയിലെ കടയൊക്കെ അടച്ചിട്ട് പോകുമ്പോഴും രാവിലെ തുറക്കാനുള്ളതാണെങ്കിലും ശരി, എന്താ ചെയ്യുന്നത്? അടച്ച് സീൽ ചെയ്തിട്ടാ പോകുന്നത്. സാധാരണ നല്ല കടയൊക്കെ ആണെങ്കിൽ സീൽ ചെയ്യും, ഓഫീസുകളൊക്കെ സീൽ ചെയ്യും. പിന്നെ മൂന്നാമത്തേത് പ്രിസർവൻസ്, എന്തോ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. സംരക്ഷണം എന്ന സൂക്ഷിപ്പല്ല ഇവിടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ മുദ്രയിട്ടിരിക്കുമ്പോൾ ഈ മൂന്നർത്ഥം കുറേതുണ്ട്. ഒന്ന്, നാം ദൈവത്തിന്റെ വകയാണെന്നുള്ളതിന്റെ തെളിവ്. രണ്ട്, നാം ദൈവത്തിന്റെ വകയാകയാൽ വേറെ ആർക്കും നമ്മുടെ മേൽ അവകാശം പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കൂടോത്രവും ആഭിചാരവും കൈവശവും ഒക്കെ പോരട്ടെന്നേ. പേടിയും തോന്നില്ലല്ലോ. പേടിയുണ്ടോ? ആ പേടി വെച്ച് മുതലെടുക്കുന്നവരെ ഒത്തിരി പേരുള്ള നമ്മുടെ ഇടയിലൊക്കെ. സ്തോത്രം. നാം ദൈവത്തിന്റെ വകയായാൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ മുദ്രയിട്ട് സംരക്ഷണ ചെയ്യുന്നു. അങ്ങനെ സംരക്ഷണ ചെയ്യുന്ന ഒരു ഭക്തന്റെ മേൽ ശത്രുവിന്റെ ഒരു തീയമ്പും ഏൽക്കുകയില്ല. അവര് ശക്തിയോട് ചെയ്തോട്ടെ, പക്ഷേ ഇവിടം വരെ അത് വരികയില്ല. സംരക്ഷണം. 3, യേശുക്രിസ്തുവിനായി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ മുദ്രയിട്ട് സൂക്ഷിക്കുകയാണ്. ആ മണവാളൻ ക്രിസ്തു കുഞ്ഞാട് കാന്തനായി വന്ന് നമ്മെ വേളി കഴിക്കുന്നത് വരേക്കും നമ്മെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടിയാണിത്. സ്തോത്രം. ഫ്രൂട്ട് എന്ന് പറയുന്നത്, ഫലം എന്ന് പറയുന്നത് ഇന്നർ മോറൽ ആൻഡ് സ്പിരിച്വൽ റിന്യൂവൽ. അത് വ്യക്തിപരമാണ്. അത് ഒരു വിശ്വാസിയുടെ സ്വഭാവത്തെ കാണിക്കുന്നു. എന്നാൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് മിനിസ്റ്റീരിയൽ മാനിഫെസ്റ്റേഷൻസ് ആണ്, ശുശ്രൂഷാപരമായ പ്രദർശനങ്ങളാണ്, വെളിപ്പെടുന്ന ശുശ്രൂഷകളാണ്. അത് പേഴ്സണൽ ഗെയിനിന് വേണ്ടിയല്ല, ആരുടെയും വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടിയല്ല, പിന്നെ സഭയുടെ പൊതു പ്രയോജനത്തിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഒരു വ്യക്തി ശരിയാവണ്ണം രക്ഷിക്കപ്പെട്ട് പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട്
വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവത്തിന് തന്നെ അർപ്പിക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അവന് നൽകുകയും പരിശുദ്ധാത്മാവിന്റെ അധിവാസം അവന് നൽകുകയും പരിശുദ്ധാത്മാവിന്റെ മുദ്ര അവന് നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഇൻഫില്ലിംഗ് അവിടെ നടക്കുന്നില്ല, ശക്തീകരണം അവിടെ നടക്കുന്നില്ല. ആത്മാവ് ശക്തിയോടുകൂടെ അവന്റെ മേൽ വന്ന് ഒരു അഭിഷേകത്തിന്റെ അനുഭവം അവന് പിന്നീട് പ്രാപിക്കേണ്ടതുണ്ട്. അതിന് എന്ത് ചെയ്യണം? ആർക്കാണ് ഈ അഭിഷേകം ലഭിക്കുന്നത്? ആർക്കാണ്? ഒന്ന്, അല്ലെങ്കിൽ ആർക്ക് അഭിഷേകം, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം? രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് പറയാം. ആ സ്ലൈഡ് ലാസ്റ്റിലുണ്ട്. അതിന്റെ അങ്ങോട്ട് പോയില്ലെങ്കിലും സാരമില്ല, ഞാൻ പറഞ്ഞോളാം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി യേശുവിന്റെ അടുക്കലേക്ക് വരിക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. 2, അതിനുവേണ്ടി ദാഹിക്കുക. അവിടെ എന്താ നമുക്കറിയാവുന്ന വാക്യമാണ്. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ടെന്താ പറഞ്ഞത്? ദാഹിക്കുന്ന ഏവനും. അപ്പോൾ ആത്മാവിന് വേണ്ടി നമുക്ക് എന്തുണ്ടാവണം? ദാഹം, വാഞ്ച. 2, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ, യേശുവിന്റെ അടുക്കലേക്ക് എത്തണം. അത് തന്നെയാണ് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ പറയുന്നത്. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെ, കർത്താവിന്റെ അടുക്കലേക്ക് വരിക. 3, തിരിച്ച് യോഹന്നാൻ 7-ലേക്ക് പോക്കട്ടെ. 1, ദാഹിക്കണം. 2, കൊടുക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ വരണം. 3, വിശ്വസിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസത്തോട് ആവശ്യബോധത്തോടും കൂടെ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്നാൽ അവർക്ക് എന്ത് ലഭ്യമാണ്? പരിശുദ്ധാത്മാവിനെ ലഭ്യമാണ്. കൂടാതെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 37 മുതൽക്കുള്ള വാക്യങ്ങൾ നമുക്കറിയാം. പത്രോസിന്റെ ആദ്യത്തെ പെന്തക്കോസ്ത് പ്രസംഗം കേട്ട യഹൂദന്മാർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന്. എന്തിനെന്തോ ചെയ്യണമെന്നാ ചോദിച്ചത്? നിങ്ങളൊന്ന് പറയാമോ? അവിടെയും ചെറിയ ക്ലാഷിന് സാധ്യതയുണ്ട്. എന്തോ പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന, അതല്ല അവിടുത്തെ ചോദ്യം. ആത്മാവിനെ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അവർ ചോദിച്ചത്. രക്ഷിക്കപ്പെടുന്ന കാര്യം അവർ മിണ്ടിയില്ല. കാരണം പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അനുഭവം കണ്ടുകൊണ്ടാണ് ഈ യഹൂദന്മാർ അവിടെ വന്നത്. ഇത് മദ്യം കുടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇവര് പറഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞ അങ്ങനൊന്നുമല്ല, യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകിയ അഭിഷേകത്തിന്റെ ആത്മപകർച്ചയുടെ അനുഭവം. അതെല്ലാം പറഞ്ഞപ്പോഴാണ് അവർ ചോദിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം യോവേല് പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തി ഞങ്ങളിലും ഉണ്ടാകുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ഉത്തരം കൊടുത്തതിനകത്തും അത് വ്യക്തമാണ്. മാനസാന്തരപ്പെട്ട മോചനത്തിനായി ഓരോരുത്തൻ നാമത്തിൽ ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം. അപ്പോൾ എന്തോ ലഭിക്കുന്ന കാര്യം അവർ നേരത്തെ ചോദിച്ചേ ഇത് തന്നെ. പരിശുദ്ധാത്മദാനം ലഭിക്കുന്ന കാര്യം അവർ ചോദിച്ചത്. അതിന് ഉത്തരമാ പത്രോസ് കൊടുത്തത്. രക്ഷിക്കപ്പെടാൻ എന്താണെന്നല്ല അവർ ചോദിച്ചത്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താ പത്രോസ് കൊടുത്തത്? 1, നിങ്ങൾ മാനസാന്തരപ്പെടണം. 2, പാപങ്ങൾ മോചിക്കപ്പെടണം. 3, സ്നാനമേൽക്കണം. അപ്പൊ ഈ 2 ഭാഗങ്ങൾ കോർത്തിണക്കിയാണ് ആർക്ക് അഭിഷേകം, അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? 1, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി അഭിവാഞ്ചയോടുകൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക്
അടുത്തു വന്നാൽ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകും. ഈ ആത്മാവിനെ കൊടുക്കുന്നത് ഒരു പാസ്റ്ററിന്റെയും കയ്യിലിരിക്കുന്ന സംഗതി അല്ല. അങ്ങനെ ആർക്കും ഉടമ്പടിക്ക് തമ്പുരാൻ ഈ പണി കൊടുത്തിട്ടില്ല. സ്തോത്രം. ചിലപ്പോൾ കൈവെപ്പിനാൽ ലഭിച്ചെന്നിരിക്കും, അതൊക്കെ പ്രവൃത്തികളുടെ പുസ്തകത്തിലുണ്ടല്ലോ. ചിലപ്പോൾ ചില അഭിഷിക്തന്മാരുടെ കൈവെപ്പിനാൽ ലഭിച്ചെന്നിരിക്കും, ചിലപ്പോൾ വചന കേൾവിയിങ്കൽ തന്നെ ലഭിച്ചെന്നിരിക്കും, ചിലപ്പോൾ ഒരുമിച്ച് കൂടിയിരുന്ന് പല ദിവസങ്ങൾ കാത്തിരുന്നാൽ ലഭിച്ചെന്നിരിക്കും. അതൊക്കെ കൊടുക്കുന്ന ദൈവത്തിന്റെ മനസ്സ് പോലെയാണ്. സ്തോത്രം. ഇന്നത് ചെയ്താൽ കിട്ടുമെന്ന് പറയത്തക്ക ഒരു പ്രിസ്ക്രൈബ്ഡ് ക്രൈറ്റീരിയ ബൈബിളിൽ ഇല്ല. ഇതാണ് തത്വം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൻ പ്രകാരം നാം ഒരുക്കപ്പെട്ട് വാഞ്ചയോടെ കാത്തിരുന്നാൽ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാകാം ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കാണും ചിലരൊക്കെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ. ചിലപ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ചപ്പോഴാകാം, ചിലപ്പോൾ ആരെങ്കിലും കൈവച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാകാം, ചിലപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്നതുപോലെയാകാം. സ്തോത്രം. ഏത് നിലയിലും നിറയ്ക്കുവാൻ ദൈവത്തിന്റെ ആമീൻ ശക്തമായ കരങ്ങൾ ഇന്നുമുണ്ട്. അതുകൊണ്ട് അത് നാം വിശ്വസിച്ച് കാത്തിരിക്കണം. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് ദൈവവചനം ക്രോഡീകരിക്കപ്പെട്ടതോടുകൂടെ അന്യഭാഷയും കൃപാവരങ്ങളും ഒക്കെ നിലച്ചുപോയി എന്ന്. ഇല്ല. പരിശുദ്ധാത്മാവ് സഭയോടുകൂടെ ഉള്ളിടത്തോളം കാലം, അതിലൂടെ നിങ്ങളുണ്ടോ? പരിശുദ്ധാത്മാവ് സഭയോടുകൂടെ ഉള്ളിടത്തോളം കാലം ആത്മാവിന്റെ മുഴുവൻ പ്രവൃത്തികളും ഉണ്ടായിരിക്കും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അന്യഭാഷാ ഭാഷണം നിലച്ചിട്ടില്ല, ഇന്നുമുണ്ട്. ആത്മീയ കൃപാവരങ്ങളൊന്നും നിന്നു പോയിട്ടില്ല, അതെല്ലാം ഇന്നുമുണ്ട്. പലരും അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പലരും അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, പലരും അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാം മിസ്സാ. ചിലർ അതിനെ തെറ്റിദ്ധരിക്കുന്നു, തെറ്റായി പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നു. ചിലർ അതിനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നു. ഇതെല്ലാം തെറ്റ്. കാരണം ഈ കൃപാവരങ്ങളെ കുറിച്ചും ആത്മപ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ 1-ാം നൂറ്റാണ്ട് മുതലേ എന്തുണ്ടായിരുന്നു? കൺഫ്യൂഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയറൻസ് ആണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിലും മറ്റും നടത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ചിലരുടെ ചിന്ത പരിശുദ്ധാത്മാവിന്റെ ഈ കാര്യങ്ങളൊക്കെ നിലച്ചുപോയി, ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ഇടയില് ഇംഗ്ലീഷിലും മലയാളത്തിലും 2 പാട്ട് പാടിയാൽ മതി എന്നൊക്കെയാണ്. അല്ല, അന്യഭാഷ എന്ന് പറയുന്നത് തന്നെ പ്രധാനമായും 2 വിധമുണ്ട്. 3 വിധമുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട്. 2 വ്യക്തമായ തെളിവുണ്ട്, 1 വ്യക്തമായ തെളിവില്ല ബൈബിളിൽ. എന്നാൽ ചെറിയ സൂചനയുണ്ട് താനും. അത് 3 കൂടെ ഞാൻ പറയാം. 1, ആത്മസ്നാനത്തിന്റെ അല്ലെങ്കിൽ ആത്മാഭിഷേകത്തിന്റെ ബാഹ്യ അടയാളമായിട്ട് പറയുന്ന അന്യഭാഷ. അത് ഒത്തിരി ഭാഷയൊന്നും കാണത്തില്ല. ചിലപ്പോൾ സ്തോത്രം 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 എന്ന് നമ്മൾ പറഞ്ഞിട്ടിരിക്കത്തില്ലേ? ഗ്ലോറി 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 എന്ന് പറയത്തില്ലേ? അതുപോലെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ചില വാക്കുകൾ മാത്രമാകാം, ചിലപ്പോൾ ചില സെന്റൻസസ് ആകാം. അത് തന്നെ എപ്പോഴും ആവർത്തിക്കും. അത് നമ്മുടെ ചർച്ചിലും നമ്മുടെ വീട്ടിലും ഒക്കെ ഉള്ള പിള്ളേരെ കാണാതെ പഠിക്കുകയും ചെയ്യും. 1-ാമത്തെ വകുപ്പ് അന്യഭാഷ. അതാണ് ആത്മസ്നാനത്തിന്റെ പ്രത്യക്ഷ അടയാളമായിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളിൽ എവിടെയെല്ലാം ആരെല്ലാം അഭിഷേകം പ്രാപിച്ചോ അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. അതുകൊണ്ട് അന്യഭാഷാ ഭാഷണം 1 എന്താണ്? ആത്മസ്നാനത്തിന്റെ ബാഹ്യ അടയാളം. അത് ചില വാക്കുകൾ മാത്രമാകാം. അതേക്കുറിച്ചാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ തനിക്കു താൻ ആത്മീയ വർധന വരുത്തുന്നു.
അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അന്യഭാഷ. ഇത് സഭയിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സഭയിൽ ഇരുന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റയ്ക്ക് പറഞ്ഞോണം. ഒറ്റയ്ക്ക് പറയാത്ത അനുഭവം ഉള്ളവര് സഭയെ വന്ന് 2 അന്യഭാഷ പൊട്ടിക്കാൻ ശ്രമിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ പറയുന്നത് കൊണ്ട് സ്തുതിക്കുന്നു. അത് അന്യഭാഷാ ഭാഷണം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നിങ്ങൾ ബാത്റൂമിലായിരിക്കുമ്പോൾ, പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ചെയ്യാം. ഞാൻ സഭാ ഹാളിലും പാട്ടുപാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അന്യഭാഷ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ കൂടുതൽ പറയുന്നത്. എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ, ഒറ്റയ്ക്കിരിക്കുമ്പോഴോ, തിരക്കിനിടയിലോ, ബാത്റൂമിൽ വെച്ചോ, പണി ചെയ്യുമ്പോഴോ ഒക്കെ അന്യഭാഷ പറയും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും വ്യക്തിപരമായിട്ടിരിക്കുമ്പോഴൊക്കെ അത് വേറെ. അതല്ലാതെ പോലും ഈ ഒന്നാമത്തെ അന്യഭാഷാ ഭാഷണം നമുക്ക് പ്രയോജനകരമാണ്. സ്വന്തം ആത്മീയ വർധനവിനും ദൈവത്തോടുള്ള ബന്ധത്തിന്റെ കാത്തു സൂക്ഷിപ്പിനും അത് അനിവാര്യമാണ്. അത് പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുമ്പ് ഞാൻ പറഞ്ഞ 6 രീതികൾ ജീവിതത്തിൽ അനുവർത്തിച്ച് കർത്താവിനോട് ഇന്ന് രാത്രി മുതൽ യാചിക്കൂ. കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അന്യഭാഷകളാൽ എന്നെ നിറയ്ക്കണമേ. സ്തോത്രം. അത് പ്രവചിക്കാനും വേറെ ഒന്നിനു വേണ്ടിയല്ല, സ്വന്തം ആത്മീയ വർധനവിന് വേണ്ടി. ഓൺ എഡിഫിക്കേഷൻ. രണ്ടാമത്തെ അന്യഭാഷ എന്ന് പറയുന്നത് അന്യഭാഷകളുടെ വരമാണ്. ഗിഫ്റ്റ് ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജസ്, ഗിഫ്റ്റ് ഓഫ് ഡൈവേഴ്സ് ടങ്സ്. അതിനെക്കുറിച്ചാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അത് ദൈവത്തെ സ്തുതിക്കുന്ന സംഗതിയല്ല, അത് മനുഷ്യനോടുള്ള എന്തൊക്കെയോ ആലോചനകളാണ്. അതിനാര് വേണം? വ്യാഖ്യാതാവ് വേണം. ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവര് സഭയിൽ വന്ന് അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ പറയാന്നെങ്കിൽ എനിക്ക് ആര് വേണം? ഇന്റർപ്രറ്റർ വേണം, വ്യാഖ്യാതാവ് വേണം. അതേക്കുറിച്ചാ പൗലോസ് പറഞ്ഞത്, വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷ പറയുന്നവൻ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, മൗനമായിട്ടിരുന്ന് ദൈവത്തോടും ദൈവം അവനെ തമ്മിൽ സംസാരിച്ചോട്ടെന്ന്. അത് ഈ കൂട്ടരെ കുറിച്ചാണ്. ഒന്നാമത്തെ കൂട്ടരുടെ അതിന് എന്തില്ല? വ്യാഖ്യാനം ഇല്ല. കാരണം അവൻ ആകെ പോകെ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. അത് ദൈവം കേട്ടാൽ മതി, ദൈവം അറിഞ്ഞാൽ മതി, സഭ അറിയാനൊന്നുമല്ല. പിന്നെ ആ അഭിഷേകം പ്രാപിച്ച എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്തെന്നില്ലാത്ത ആത്മീയ ആനന്ദം ഉളവാക്കുന്ന സംഗതിയാണ്. സ്തോത്രം. ആത്മീയ ആനന്ദം ഉളവാക്കുന്ന സംഗതിയാണ്. അപ്പൊ രണ്ടാമത്തേത് വിവിധ ഭാഷകളുടെ വരം. അത് ഇപ്പൊ പറയുന്നത് അധികത്തില്ല, പിന്നെ പറയുന്നത്. ഇപ്പൊ സെന്റൻസ് നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുന്ന അതേ രീതിയിൽ ഉപയോഗിക്കും. അത് ലോകത്തിലുള്ള ഏതെങ്കിലും, ഇത് രണ്ടും, ഒന്നാമത്തെയും രണ്ടാമത്തെയും, ലോകത്തുള്ള ഏതെങ്കിലും ഹ്യൂമൻ ലാംഗ്വേജ് ആയിരിക്കും. ആ ഹ്യൂമൻ ലാംഗ്വേജ് ആയിരുന്നത് കൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പല ദേശക്കാരായി വന്നുകൂടിയ ജനത്തിന് ഇവര് പറഞ്ഞതൊക്കെ തിരിഞ്ഞത് മനസ്സിലായത്. ഹ്യൂമൻ ലാംഗ്വേജസ് ആയിരിക്കും ഇത് രണ്ടും. മൂന്നാമത്തേത് അൺനോൺ ലാംഗ്വേജ് എന്ന് പറയും. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ. അത് ഹ്യൂമൻ ലാംഗ്വേജ് അല്ല, അത് ഉലകത്തിലെ ഭാഷയല്ല, അത് സ്വർഗീയ ഭാഷയാണ്. അപ്പോൾ ഈ നിലകളിൽ അന്യഭാഷാ ഭാഷണമുണ്ട്. ഇനിയും അത് കൃപാവരമായിട്ട് വരങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ വകുപ്പായി നമുക്ക് കിട്ടിയില്ലെങ്കിലും ഒന്നാമത്തേത് നാം പ്രാപിച്ചോണം. അതിന് ദൈവസന്നിധിയിൽ ഉപവസിക്കണമെങ്കിൽ ഉപവസിച്ചോണം. ജീവിതത്തിൽ ശുദ്ധീകരണം വരുത്തണമെങ്കിൽ ശുദ്ധീകരണം വരുത്തിക്കോണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ അത് ഉപയോഗിക്കണം. കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ വീട്ടിലല്ലേ? അങ്ങോട്ടൊന്നും പോകാൻ നേരം അനുവദിക്കുന്നില്ല. വീട്ടിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയും ഒരു മിനി സഭായോഗമായിരിക്കണം.
ഈ സങ്കീർത്തനം വായിച്ചില്ലെങ്കിലും സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവവചനം വായിക്കുകയും പാട്ടുപാടുകയും അന്യഭാഷകളിലും ദൈവാത്മാവിലും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള വീടിന്റെ ആത്മീയ അന്തരീക്ഷം തന്നെ വ്യത്യസ്തമായിരിക്കും. സ്തോത്രം, വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ആ ഭാഗം ഞാൻ അങ്ങനെ വിടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഒരെണ്ണത്തിൽ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. ഈ നിലയിൽ അഭിഷേകമൊക്കെ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ഒരാള് പിന്മാറിപ്പോയാൽ രക്ഷ നഷ്ടപ്പെടുമോ എന്നും കൂടെ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു. പിന്മാറിപ്പോയാൽ രക്ഷ നഷ്ടപ്പെടും. അതായത് രക്ഷിക്കപ്പെട്ടവൻ പിന്മാറിപ്പോയാൽ പിന്മാറ്റക്കാരന്റെ രക്ഷ നഷ്ടപ്പെട്ട ശിക്ഷാവിധിയിൽ അവൻ അകപ്പെടും. പഴയ പുതിയ നിയമങ്ങൾ അത് വ്യക്തമാക്കുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് പറഞ്ഞു, നീ ഈ ജനത്തിന്റെ പാപം ക്ഷമിക്കുന്നില്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാൻ. 33-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, നിന്റെ പേര് ഞാൻ വായിക്കുന്നേ, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ മായ്ച്ചു കളയും. അപ്പോൾ പാപം ചെയ്തവന്റെ പേര് എന്ത് ചെയ്യും? മായ്ക്കപ്പെടും. എബ്രായർ 6-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടു. 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. മനഃപൂർവ്വം ഒരുത്തൻ പാപം ചെയ്താൽ ഇനിയും ഒരു യാഗം അവന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി ശേഷിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് നാം വീണുപോകാതെ പിന്മാറിപ്പോകാതെ നിലനിൽക്കണം. ചിലര് പറയുന്നത്, പിന്നെ ദൈവം ഡസ്റ്ററും കൊണ്ടങ്ങ് ഇരിക്കില്ലയോ, ചോക്കും ഡസ്റ്ററും പിടിച്ചോണ്ട്, ഇല്ലെങ്കിൽ പെൻസിലും ഇറേസറും പിടിച്ചോണ്ടിരിക്കുകയല്ലയോ? രക്ഷിക്കപ്പെടുമ്പം വിശ്വസിക്കുമ്പോൾ എഴുതും, പാപം ചെയ്യുമ്പോൾ തുടയ്ക്കും. ഇല്ല, അങ്ങനൊന്നുമല്ല കേട്ടോ, അങ്ങനൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, God's calling and His gifts are irrevocable. ദൈവം തന്റെ വിളിയെയും കൃപാവരങ്ങളെയും കുറിച്ച് അനുതപിക്കുന്നില്ല. ഒരുത്തൻ പാപം ചെയ്താൽ ഉടൻ തന്നെ അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് കർത്താവ് മായ്ക്കുന്നില്ല. അവനിൽ വസിക്കുവാൻ ദൈവം അയച്ച ആത്മാവ് ഒരുവൻ പാപം ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ അവനിൽ നിന്ന് വിട്ടുപോകുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? പാപം ചെയ്യുന്ന മാത്രം മുതൽ, പാപം ചെയ്യുന്ന നിമിഷം മുതൽ രക്ഷയുടെ സന്തോഷം ഇവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. 51-ാം സങ്കീർത്തനത്തിൽ പാപം ചെയ്ത് ഏതാണ്ട് 9 മാസത്തോളം കഴിഞ്ഞ ദാവീദ് ബേത്ശേബയിൽ ഉരുവായ കുഞ്ഞ് ജനിക്കാറായപ്പോഴാണ് നാഥാൻ പ്രവാചകൻ ചെന്ന് അവനോട് അവന്റെ പാപം ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ പാപം ചെയ്ത് 9 മാസത്തോളം കഴിഞ്ഞ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ ദൈവത്തോട് പറയുകയാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം, എന്നാൽ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തിരിച്ചു തരാനല്ല പറഞ്ഞത്, എടുത്തു കളയരുത്. അപ്പോൾ പാപം ചെയ്ത് ഇത്ര നാളുകളായിട്ടും ഇവൻ പാപത്തിന് റെക്ടിഫൈ, അതിന് പരിഹാരം കണ്ടില്ലെങ്കിലും, റെസ്റ്റിറ്റ്യൂഷൻ, അതിന് പരിഹാരം അവൻ കണ്ടില്ലെങ്കിലും അവനിൽ പകർന്നിരുന്ന ആത്മാവിനെ ദൈവം എന്ത് ചെയ്തില്ല? എടുത്തു കളഞ്ഞില്ല. പാപം ചെയ്താൽ ഉടൻ തന്നെ, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പാപം ചെയ്തെന്ന് കരുതി ഒരുത്തന്റെ ശുശ്രൂഷ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവൻ വീണ്ടും ശുശ്രൂഷയിൽ തുടരാം. അതുകൊണ്ട് ഒരുത്തന്റെ ശുശ്രൂഷ കണ്ട് ഇവൻ വീണവനാണോ നിൽക്കുന്നവനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുകയില്ലെന്ന് കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെന്താ സംഭവിക്കുന്നത്? അപകടകരമായ ഒരു കാര്യം പറയാം. യിരെമ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണെന്നാണ് എന്റെ ഓർമ്മ. ഒന്ന് വായിച്ചു. ജെറമയാ chapter 14 verse 8.
ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവയെ ഉള്ളവേ എന്ന് പറഞ്ഞ ദൈവത്തെ, യഹോവയാ ദൈവത്തെ വിളിക്കുക. ദൈവമേ, നീ ദേശത്ത് പരദേശിയെ പോലെയും ഒരു വ്യാപാരപ്പാൻ മാത്രം ഒരൊറ്റ രാത്രി പാർക്കുവാൻ മാത്രം കൂടാരം അടിക്കുന്നവനെ പോലെയും വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നത് എന്ത്? ഇസ്രായേൽ ദേശത്ത് ദൈവം വസിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു, അല്ലേ? ആണോ? എന്റെ കൂടെ നിങ്ങളുണ്ടോ? ആരും ഉറങ്ങുന്നില്ലല്ലോ. സ്തോത്രം. 12 പേര് എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ടൊന്ന് വരണേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ വരാം. ഇപ്പൊ എന്നെ ആരും വിളിക്കരുത്. എല്ലാവരും ഉണന്നല്ലോ? ഓക്കെ, ഗുഡ്. ഇസ്രായേലിനെ അല്ലെങ്കിൽ യെരൂശലേമിനെ ഉലകത്തിൽ വെച്ച്, ലോകത്തെങ്ങും വെച്ച് ദൈവം വസിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ഒറ്റ സ്ഥലമേ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളൂ, അത് യെരൂശലേമായിരുന്നു, ഇസ്രായേലായിരുന്നു. വസിക്കാനാണ്, വിസിറ്റിങ്ങിനല്ല. പക്ഷേ ഇസ്രായേൽ ജനം പാപം ചെയ്തു, യഹൂദൻ പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ അധിവാസം അവിടെ നിന്ന് മാറി. ദൈവത്തിന്റെ അധിവാസം മാറി. എന്നിട്ട് നാം എന്താ അവിടെ വായിച്ചത്? നീ ഒരു ദേശത്ത് ആരെ പോലെ വന്നിരിക്കുന്നത്? ഇപ്പം പരദേശിയെ പോലെ. നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക സ്വാതന്ത്ര്യമോ അധികാരമോ ഉണ്ടോ? അദ്ദേഹത്തെ താമസിപ്പിക്കുന്ന മുറിക്ക് അങ്ങോട്ട് അദ്ദേഹം കഴിയും. വിശന്നാലും അടുക്കള കയറി ഫ്രിഡ്ജ് തുറന്നൊരു സംഗതി എടുത്ത് കഴിക്കത്തില്ല. എന്റെ ഇവിടെ നിങ്ങളുണ്ടോ? ഇവിടെ ഒരു അതിഥി അല്ലെങ്കിൽ ഒരു പരദേശി എന്ത് നടത്തുന്നില്ല? കർത്തൃത്വം നടത്തുന്നില്ല. യഹോവയായ ദൈവം ഇവരുടെ രാജാവായിട്ട് ഇവരുടെ ദേശത്ത് വസിക്കേണ്ടവനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ ആരെ പോലെ ആയിരിക്കുന്നു? പരദേശിയെ പോലെ. പരദേശിക്ക് എന്തില്ല? സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ പോലും അതവൻ ഉപയോഗിക്കുകയില്ല. 2, ഒരു രാത്രി മാത്രം പാർക്കുവാൻ കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെ. വേറെ ഗത്യന്തരമില്ലാത്തത് കൊണ്ട്, ഇതുവഴി കടന്നു പോകേണ്ടത് കൊണ്ടും ഇതുവഴി പോകുന്നു. രാത്രി ആയതുകൊണ്ട് കൂടാരം ടെമ്പററി ആയിട്ട് അടിക്കുന്നു. വേറെ ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. വസിക്കേണ്ട ദൈവം ഇന്ന് എങ്ങനെയായിരിക്കുന്നു? പരദേശിയെ പോലെയും വഴിപോക്കനെ പോലെയും. സഭയുടെയും വ്യക്തികളുടെയും അനുഭവമാണിത്. പാപം ചെയ്തിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം തരുന്ന ഒരു സമയം. ഞാൻ അന്നും പറഞ്ഞു, ആ സമയം എത്രയാണെന്ന് ദൈവത്തിന് അറിയാം. ഓരോരുത്തർക്കും ആ ലഭിക്കുന്ന സമയം വ്യത്യസ്തമാകാം. ദാവീദിന് 8-9 മാസം കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേൽ ജനത്തിന് ചിലപ്പോഴൊക്കെ ഉടനെയായിരുന്നു ശിക്ഷ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ കാലപരിധി എത്രയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതിന് ശ്രമിക്കരുത്. എന്നാൽ അങ്ങനെ വല്ലതും വന്നു പോയാൽ ദൈവം നമുക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ തരുന്ന കാലപരിധിക്കകം മാനസാന്തരപ്പെട്ട് പാപത്തിന് പരിഹാരം വരുത്തി മടങ്ങി വന്ന് ദൈവത്തോട് നിരക്കുന്നില്ലെങ്കിൽ സ്തോത്രം, ഉടനെയൊന്നും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയുകയില്ല. മറിച്ച് കർത്താവായി, കുടുംബനാഥനായി, കർത്തൃത്വം നടത്തേണ്ട ആത്മാവ് ആരെ പോലെയാകും? വഴിപോക്കനെ പോലെ തന്റെ സ്വാതന്ത്ര്യവും അധികാരവും വെട്ടിക്കുറച്ച് ഒരു പാസീവ് പ്രസൻസ് പോലെയായി പോകും. ആ അവസ്ഥയിൽ അല്പകാലം കൂടെ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കാം. ഒടുവിൽ എന്ത് സംഭവിക്കും? യെഹെസ്കേൽ പ്രവാചകൻ ദർശനത്തിൽ കണ്ടതുപോലെ യെരൂശലേം ദേവാലയത്തിന്റെ അകത്ത് നിറഞ്ഞു നിന്നിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം
കരൂബുകളിൽ മേൽ നിന്ന് അത് ഉമ്മരപ്പടിമേൽ നിന്ന് കിഴക്കേ വാതിലിൽ നിന്ന് അങ്ങേ മലയിൽ. ഒടുവിൽ യെഹെസ്കേൽ പറയുന്നു, ആ മഹത്വം ഇസ്രായേലിനെ വിട്ടുപോയി. ഗ്രാജുവലായിട്ടാണ് സംഭവിക്കുന്നത്. സ്തോത്രം. ഇത് പതിയെ സംഭവിക്കുന്നത്. ഒറ്റയടിക്ക് പലരും തിരിച്ചറിയാറില്ല. എന്നാൽ യഥാർത്ഥമായും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ജീവനും നമ്മിലുണ്ടെങ്കിൽ നമ്മിൽ സംഭവിക്കുന്ന ഈ ചെറിയ മാറ്റം പോലും സെൻസ് ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. ഞാൻ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച്, സ്തോത്രം, ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്റെ അനുഭവത്തിൽ നിന്ന് ചെറിയ ശവന്തീനി ഉറുമ്പുണ്ടല്ലോ, ചെറിയ ചുമന്ന ഉറുമ്പ്, ചെറിയ ഉറുമ്പ്. ഈ വെള്ളെടുത്തൊക്കെ പിടിച്ചവർക്കാണ് ഇതിനെ കാണത്ത് പോലുമില്ല. അത്രയും ചെറിയ ഉറുമ്പ്. ആ ഉറുമ്പ് ശരീരത്തിൽ എവിടെയെങ്കിലും കൂടെ ഇഴഞ്ഞാൽ നോക്കും, കാണത്തേയില്ല. കണ്ണാടി വെച്ച് നോക്കും, എന്നാലും കാണത്തില്ല. പിന്നെ പിള്ളേരെ വിളിച്ചു പറയും, ഇവിടെ മോനെ ഇങ്ങനെ വന്ന് ഇടാപ്പെടുന്നതിൽ എഴുതുന്ന നോക്കിക്കണ, ആ ഒരു ഉറുമ്പ് പോകുന്നുണ്ട് പപ്പ, അതിന് കള. കർത്താവിനോട് സംസാരിച്ചിട്ടുള്ള എന്റെ അനുഭവമായത്, ആ കണ്ണിന് പിടിക്കാത്ത, കണ്ണാടിയുടെ ലെൻസിൽ പെടാത്ത ആ കൊച്ചു ജീവി ശരീരത്തുകൂടെ ഇഴഞ്ഞപ്പോൾ അത് ഇഴഞ്ഞ ആ ചെറിയ ചലനം സെൻസ് ചെയ്യാൻ എന്റെ ത്വക്കിന് സെൻസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ആത്മാവിൽ ജീവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ എന്ന് പറയുന്നത് പോലും തിരിച്ചറിഞ്ഞ് പരിഹാരം വരുത്തുവാൻ ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി അവനുണ്ടായിരിക്കും. സ്തോത്രം. ആത്മാവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അത് ബോധ്യപ്പെടുത്തും. ഒരു ചെറിയ കൺപീലി അടർന്നിവിടങ്ങാണം ഇരുന്നാൽ അത് ഇഴയുന്ന ഒന്നുമില്ല, ഒരാളെ തിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നും. നമ്മൾ തടവുമ്പോൾ കയ്യിൽ എന്തോ തടയും, എടുത്തു നോക്കും. ഒരു ചെറിയ കൺപീലിയ, ഒരു ചെറിയ പീലി. എന്താ? നമുക്ക് എന്തുണ്ട്? സെൻസേഷൻ ഉണ്ട്. അതുകൊണ്ടാ ഈ ഒരു സെൻസേഷൻ ആത്മീയ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കുണ്ടോ? ആത്മാവിൽ ജീവിക്കുന്നവൻ ഉണ്ടായിരിക്കുന്ന ഒരു സെൻസേഷൻ ആയിരിക്കും ഇത്. അവന്റെ ജീവിതത്തിൽ പ്രവാചകൻ വന്ന് തലേ കൈവച്ചില്ലെങ്കിലും, പാസ്റ്റർ പ്രസംഗിച്ച് പറഞ്ഞില്ലെങ്കിലും, കണ്ട ആരെങ്കിലും ഓർമ്മപ്പെടുത്തിയില്ലെങ്കിലും, അവന്റെ അന്തരംഗത്തിൽ ഒരു തികഞ്ഞ ബോധ്യമുണ്ടായിരിക്കും, എന്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചു. അങ്ങനെയുള്ള ഒരു ആത്മാവിന്റെ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അങ്ങനെ ദൈവം തരുന്ന സമയത്തിനകം മടങ്ങി വരുന്നില്ലെങ്കിൽ പതിയെ ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ നിന്ന് നിലച്ച് അത് നഷ്ടമായി തീരും, നഷ്ടമാകും. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? 2 പാപം നാം ചെയ്യരുത്. ഏതൊക്കെ പാപമാ? 1, ആത്മാവിനെ കെടുക്കരുത്. 1 തെസ്സലോനിക്കർ 5:19 വാക്യമാണ്. Quench not the spirit. ആത്മാവിനെ കെടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? Quenching the spirit is the sin that we commit by disobeying the Holy Spirit when we do not do what the Spirit asks us to do. നാം ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മോട് പറയുന്ന കാര്യം ചെയ്യാതെ ദൈവാത്മാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന പാപത്തിന്റെ പേരാണ് ആത്മാവിനെ കെടുക്കുക എന്നുള്ളത്. അത് നാം ചെയ്യരുത്. അതായത് ദൈവാത്മാവ് നമ്മോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തോണം. ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ക്ഷീണിതരായി ഉറങ്ങാൻ കിടന്ന രാത്രിയായിരിക്കും, പക്ഷേ
പരിശുദ്ധാത്മാവ് നമ്മെ കുറെ നേരം കൂടെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു. ഉണ്ടായിട്ടില്ലേ അനുഭവം? ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അന്നേരം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? എന്തോ ചെയ്തിട്ടുള്ളത്? എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകി, ഐസ് വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി, ഇല്ലെങ്കിൽ ഇരുന്നിട്ടൊക്കാത്തത് കൊണ്ട് എഴുന്നേറ്റ് നടന്നുകൊണ്ട് കർത്താവെ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത് എനിക്കറിയത്തില്ല, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് നീ എനിക്ക് പ്രേരണ തന്നത്, കർത്താവെ എനിക്ക് ബോധ്യം തരണേ, അല്ലെങ്കിൽ അതിന് പരിഹാരം തരണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടായാലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പലപ്പോഴും പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഒഴികഴിവുകൾ പലതും പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പല മിഷൻ സ്റ്റേഷൻസിലും മിഷണറിമാരെ സ്പോൺസർ ചെയ്തും ഒഴിഞ്ഞു മാറിയെങ്കിൽ that is sin of quenching the spirit. ഈ കൊഞ്ചൻ കെടുക്കുക എന്ന വാക്ക് വന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് അഗ്നി എന്നല്ല എൻ്റെ അർത്ഥം. ഇതാണ് കൊഞ്ചിങ്ങിന്റെ മീനിങ്. രണ്ടാമതൊരു പാപമുണ്ട്, ആത്മാവിനെ ദുഃഖിപ്പിക്കുക. എഫേഷ്യൻസ് 4:30, 4:30. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Do not grieve the spirit. എന്താ grieving the Holy Spirit എന്ന് പറഞ്ഞാൽ? This is the sin that a person commits by disobeying the Holy Spirit when he says a bold no. അരുതെന്നു പറയുന്ന അരുതുകളെ ലംഘിച്ച് ദൈവാത്മാവിന്റെ കൽപ്പനയെ അവിടെ അനുസരണക്കേട് കാണിക്കുന്ന പാപത്തിന്റെ പേരാണെന്ത്? ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പാപം. അരുതെന്ന് പറഞ്ഞ പലതും നമ്മൾ പലപ്പോഴും ചെയ്തിട്ടില്ലേ? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മളതിന് പല ഒഴികഴിവുകൾ പലപ്പോഴും പറഞ്ഞു. അങ്ങനല്ലാത്ത ആരുണ്ട്? നമ്മൾ മനുഷ്യനല്ലയോ? ഓ, ഞാൻ പാസ്റ്റൊന്നും അല്ലല്ലോ. എന്നാലും മറ്റേ പുള്ളിയൊക്കെ ഞാൻ ഒത്തിരി നല്ലതാ. നമ്മൾ ഒത്തിരി ഒഴികഴിവുകൾ പറഞ്ഞ് ദൈവാത്മാവിന്റെ വിലക്കുകളെ നാം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മിൽ വസിക്കുന്ന ആത്മാവിനോടുള്ള എന്താണ്? ആത്മാവിനെ നാം എന്ത് ചെയ്യുക? ദുഃഖിപ്പിക്കുക. ദുഃഖിപ്പിച്ചിട്ടില്ലേ? അങ്ങനെ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് വാച്ച തുണിയെടുക്കാനാ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി തുണിയൊക്കെ എടുത്തിട്ടു. അച്ഛാ അതിൽ ഏതാ? അച്ഛനോട് സെലക്ഷൻ ഒക്കെ ചോദിച്ചു. അച്ഛൻ വിലയും നിറവും എല്ലാം കൂടെ ഒക്കെ സെലക്ട് ചെയ്തു. അച്ഛാ ഇത് ശരി, പക്ഷെ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ. അച്ഛന് സന്തോഷമായിരിക്കും? പറഞ്ഞ സഹോദരിമാരെ, സന്തോഷമാകുമോ? ഇല്ല. അടുത്ത പ്രാവശ്യം പിന്നെയും ഷോപ്പിങ്ങിന് പോകാൻ അച്ഛനെ വിളിച്ചാൽ വരുമോ? ഇനി അഥവാ വന്നാലും കടയിൽ കയറുമോ? ഇനി അഥവാ കടയിൽ കയറിയാലും അച്ഛാ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയുമോ? ഉത്തരം കിട്ടിയേ? എന്താ സംഭവിച്ചത്? അച്ചായന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. വേണ്ടെന്ന് പറഞ്ഞത് നാം ചെയ്തു. വേണ്ടെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പറയുന്നത് ചെയ്യാതെയും ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്തു. ഞാനും നിങ്ങളും ദൈവാത്മാവിനോട് പാപം ചെയ്യുന്നില്ലെങ്കിൽ ദൈവാത്മ അധിവാസം നമുക്ക് അനുഭവിക്കാം. ഇല്ലാത്ത പക്ഷം എക്കാലവും പരിശുദ്ധാത്മാവ് നമ്മോട് വാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല. അനുസരണം കെട്ടവനോട് പല പ്രാവശ്യം ആവർത്തിച്ച് ആത്മാവ് പറയത്തില്ല. നമ്മൾ തന്നെ പറയുമല്ലോ, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കാം. അയ്യോ, ഭയാനകമായ ഒരു പാപം, ഒരവസ്ഥയുണ്ട് കേട്ടോ. സ്തോത്രം. ബാക്കി ഭാഗങ്ങളിലേക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല. ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
ഭയാനകമായ ഒരവസ്ഥയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം നമ്മെ നമ്മുടെ പാപത്തിലും അനുസരണക്കേടിലും മത്സരത്തിലും ഉപേക്ഷിച്ച് കളയുന്ന ഒരവസ്ഥ. നാം ആത്മാവിനെ അനുസരിച്ച് നടക്കാത്ത പക്ഷം, നാം ദൈവാത്മാവിന് കീഴ്പ്പെടാത്ത പക്ഷം, നാം ആത്മാവിൽ ജീവിക്കാത്ത പക്ഷം, ദൈവാത്മാവ് നമ്മെ എന്ത് ചെയ്യും? നമ്മുടെ ഒന്ന് വായിച്ചു വിട്ടാൽ നിർത്തിയേക്കാം. റോമാലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. 1:24 റോമൻസ്. വേഗത്തിലാട്ടെ. ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ ദൈവം എന്ത് ചെയ്തു? അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 26 അവമാനരാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദൈവം അവരെ അശുദ്ധിയിലും അവമാന രാഗങ്ങളിലും ഉപേക്ഷിച്ചു എന്ന്. തീർന്നില്ല. 28 ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. അയ്യോ, ഞാനും നിങ്ങളും നമ്മിൽ വസിക്കുവാൻ, നമ്മോട് കൂടെ വസിക്കുവാൻ തന്ന ആത്മാവിനെ ദുഃഖിപ്പിച്ചും കെടുത്തിയും കൊണ്ട് ജീവിച്ചാൽ ദൈവം തരുന്ന പരിധിക്കപ്പുറവും അതേ അവസ്ഥ തുടർന്നാൽ ദൈവത്തിന്റെ ആത്മവാസം നമുക്കില്ലാതെയാവും എന്ന് മാത്രമല്ല, പിന്നെ എന്തും കൂടെ ചെയ്യും? ദൈവം നമ്മെ അശുദ്ധിക്കും അവമാന രാഗങ്ങൾക്കും നികൃഷ്ട ബുദ്ധിക്കും ഏൽപ്പിക്കും. ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞ കേസസ് ഞാൻ ഭയപ്പെടുന്നു. ആരെങ്കിലും പാപത്തിൽ തുടരുന്നത് കണ്ടാൽ, പാപത്തിൽ നിന്നും പാപത്തിലേക്ക്, അശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് വീഴുന്നത് കണ്ടാൽ, അയ്യോ സംശയിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ രാത്രിയിൽ നിലവിളിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വാ. കർത്താവേ, നീ എന്നെ 2 തല്ല് തല്ലിയാലും വേണ്ടില്ല, എന്നെ അശുദ്ധിക്കും, എന്നെ അവമാനരാഗങ്ങൾക്കും, എന്നെ നികൃഷ്ട ബുദ്ധിക്കും നീ വിട്ടുകളയരുത്. സ്തോത്രം. ഇന്നലെയൊക്കെ പറഞ്ഞ കൊച്ചു കൊച്ചു ചില പാപങ്ങളുടെ പേരുണ്ടല്ലോ, അങ്ങനെ അവസ്ഥകളിലൂടെ ഇന്നും തുടരുകയാണ്. മടങ്ങി വരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ നിലവിളിച്ച് ദൈവത്തോട് പറ, കർത്താവേ, അരുതേ അരുതേ, എന്റെ ജോലി പോയാലും സാരമില്ല, എന്റെ ആരോഗ്യം ക്ഷയിച്ചാലും സാരമില്ല, എന്റെ പിള്ളേർ തോറ്റാലും സാരമില്ല, എനിക്ക് ഒരു ഡിമോഷൻ കിട്ടിയാലും സാരമില്ല, എനിക്ക് മറ്റെന്തെങ്കിലും നഷ്ടം നേരിട്ടാലും സാരമില്ല, പക്ഷേ നീ എന്നെ എന്റെ പാപങ്ങളിൽ ഉപേക്ഷിച്ച് കളയരുതേ, എന്റെ അശുദ്ധിയിൽ നീ എന്നെ വിട്ടുകളയരുതേ, നീ എന്നെ നികൃഷ്ട ബുദ്ധിക്ക് നീ ഏൽപ്പിക്കരുതേ എന്ന് നമുക്ക് ഇന്ന് രാത്രി നിലവിളിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ വിഷയം തീർന്നില്ലെങ്കിലും നമ്മുടെ സമയം തീർന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ രാത്രിയിൽ, ഈ ദിവസങ്ങളിലൊക്കെ നാം കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുവാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ ഇന്ന് രാത്രി തേങ്ങട്ടെ ദൈവസന്നിധിയിൽ. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നെങ്കിൽ ഒഴുകട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഒരിക്കലും അങ്ങയെ ദുഃഖിപ്പിക്കുവാനും അങ്ങയെ കെടുത്തു കളവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്തു പോയ പാപങ്ങൾ എന്നിലുണ്ട്, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പാപത്തിൽ നിന്നും പാപത്തിലേക്ക്, പിന്മാറ്റത്തിൽ നിന്നും പിന്മാറ്റത്തിലേക്ക്, മത്സരത്തിൽ നിന്നും മത്സരത്തിലേക്ക്, പിണക്കത്തിൽ നിന്നും പിണക്കത്തിലേക്ക് വഴുതി വീഴുന്നതായി കാണുന്നെങ്കിൽ നമുക്ക് നിലവിളിക്കാം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നികൃഷ്ട ബുദ്ധിക്ക് വരെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഹല്ലേലൂയ. കർത്താവേ, നീ എന്റെ സഭയിലും എന്റെ കുടുംബത്തിലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലും ഒരു വഴിപോക്കനെ പോലെ ആകരുതേ, നീ ഒരു പരദേശിയെ പോലെ ആകരുതേ. സ്തോത്രം. എന്റെ വീട്ടിൽ നീ ഒരു അതിഥിയായിട്ടല്ല, നീ നാഥനായി വസിക്കണമേ, വാഴണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതാണ് ആത്മാവിലെ ജീവിതം. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശുഡാരക ശബ്ദലാദന പ്രൗഷസി ശുഡഗത്യരാജലാരക ജഗസ്യംദൽ ദീപാലകക്ഷസ്യ. ഒരു നിമിഷം നമുക്കൊരുമിച്ച് നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് കൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന, നമ്മിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവിന് നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ഈഗോസ് മാറട്ടെ, നമ്മുടെ സ്വയം തകരട്ടെ. ഹല്ലേലൂയ. സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സമർപ്പിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാൻ പ്രേരണയുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വരം ലഭിച്ചവരും പ്രേരണയുള്ളവരും അങ്ങനെ ചെയ്യട്ടെ. നമുക്ക് അല്പസമയം നമ്മുടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഗ്ലോറി, ഹല്ലേലൂയ. ഈ സമാപന സമയത്ത് ആഴമേറിയ സമർപ്പണത്തോടെ ദൈവമേ, നിന്റെ ആത്മാവിൽ ജീവിക്കുവാൻ, നിന്റെ ആത്മാവിൽ ചലിക്കുവാൻ, നിന്റെ ആത്മാവിൽ വളരുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് രാത്രി നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മശക്തിയുടെ വ്യാപാരം ഈ രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. നമ്മുടെ ഇടയിൽ ചിലർ ദൈവത്തിന്റെ ആത്മാവിനാൽ ഉത്തേജിപ്പിക്കപ്പെടട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, glory, hallelujah, 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 hallelujah. Glory, 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 hallelujah, hallelujah. ആത്മാവിന്റെ നവീകരണം നമ്മൾ നടക്കട്ടെ, ആത്മാവിന്റെ പുതുക്കം നമ്മൾ നടക്കട്ടെ. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. നമ്മുടെ അശക്തികളൊക്കെ ഒന്ന് മാറിപ്പോകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യജീവനിലാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന, യേശുക്രിസ്തുവിനെ തന്നെ അവകാശമായി പ്രാപിക്കുന്ന നിത്യതയുടെ വലിയ പ്രത്യാശയുടെ ദീപം തെളിയിച്ച് നമുക്ക് മുന്നേറുവാൻ നമ്മെ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ.